ഹലോ മക്കളെ, സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ +2 ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ബാക്കിയുള്ളതിനേക്കാളും വെയിറ്റേജ് ഒരു സ്വല്പം കുറവാണെന്നുണ്ടെങ്കിൽ പോലും എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. നമുക്ക് ഈ വർഷം ഓരോ മാർക്കും എന്താണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് 1 മാർക്കും 2 മാർക്കും അല്ല, ഇത് അറൗണ്ട് ഒരു 3 to 4 മാർക്സ് വരെ നമുക്ക് എന്താണ് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത്തവണ നമ്മളെന്താ വെച്ച് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചാപ്റ്റേഴ്സ് വൈസ് ഡിഫൈൻ ചെയ്ത് പോകുന്നില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളൊരു പാർട്ടാണ്. ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ചാപ്റ്ററും കൂടി അതിൻ്റെ കൂടെ എന്തെങ്കിലും കവർ ആവും. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്ലസ് ചാപ്റ്ററും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യുക, ക്ലാസ്സിലേക്ക് പോവുക, ശ്രദ്ധിച്ചിരിക്കുക, ഓരോ ടോപ്പിക്കുകളും വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്നത്തോടെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. സോ പേര് പോലെ തന്നെ നമ്മുടെ ലൈറ്റിന് എന്തുണ്ട്, ഡുവൽ നാച്ചർ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചു. നമ്മൾ അവിടെ പോയി ഓരോ ലൈറ്റിൻ്റെ ഓരോ പ്രോപ്പർട്ടി പഠിച്ചു. എന്നാൽ ലൈറ്റ് എന്താണ്, 2 ഡുവൽ നാച്ചർ ഉണ്ട്. ഓക്കെ, പാർട്ടിക്കിൾ നാച്ചർ ഉണ്ട്, വേവ് നാച്ചർ ഉണ്ട് എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ്, അതിന് എന്തൊക്കെയാണ് യൂസ്ഫുൾ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ 11ാമത്തെ ചാപ്റ്റർ എന്താണ് ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്ത് കംപ്ലീറ്റ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ആ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക പറഞ്ഞുതരാം. അതുപോലെ തന്നെ ആ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നമ്മൾ പഠിക്കുന്ന മെയിൻ ആയിട്ട് കാര്യം ഇലക്ട്രോൺസ് എങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു മെറ്റലിന്റെ സർഫസിനെ എമിറ്റ് ചെയ്യുക എന്നുള്ള കേസ്. അതിന് ഓരോ ടേംസ് എന്താണ്, എമിറ്റ് ചെയ്യാനുള്ള ഫ്രീക്വൻസി റേഞ്ച് എന്താണ്, അല്ലെങ്കിൽ മിനിമം എനർജി എന്താണ്, അങ്ങനെ അതിൻ്റെ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഡിസ്കസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ ഓരോന്നിൻ്റെയും ക്യാരക്ടേഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യുക ഒപ്പം തന്നെ പറഞ്ഞു പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ. മക്കളെ, വർക്ക് ഫംഗ്ഷൻ അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ വായിച്ചു വരുമ്പോൾ എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയാം. നോർമലി ഓക്കെ, നമുക്ക് ഒരു ഒബ്ജക്റ്റ്, ഒരു മെറ്റൽ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഈ മെറ്റലിനാണ് എല്ലാ മെറ്റൽസ് ആണ് മെയ്ഡ് ഓഫ് എന്താണ് ആറ്റംസ് ആണ്, വിച്ച് മീൻസ് ഫോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും എന്നിവ ഉണ്ടായിരിക്കും. സോ ഈ കാണുന്ന ഇലക്ട്രോൺസ് ഓക്കെ, ഈ ആറ്റത്തിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ആ മെറ്റലിന്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് എന്താണ് ഇജക്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഓൾറെഡി മെറ്റൽസ് എല്ലാ ആറ്റംസും ആയിരിക്കും പരസ്പരം ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ആ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഓവർകം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോൺസ് നമ്മുടെ മെറ്റലിന്റെ സർഫസിന് പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരാൻ കഴിയുള്ളൂ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സാധാരണഗതിയിൽ അവർക്ക് സ്വന്തമായി വരാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇത്രയും ബുദ്ധിമുട്ടോടെ ഇരിക്കായിരുന്നോ? ഇല്ലല്ലോ. സോ നോർമലി സ്വന്തമായിട്ടുള്ള എനർജി ഉപയോഗിച്ച് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ എനർജി എന്താണ് ആവശ്യമാണ്. സോ ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ എനർജി ആയിട്ട് കൊടുക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് ലൈറ്റ് ആണ്. ഓക്കെ, ലൈറ്റ് എനർജിയാണ് എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ട് കൊടുക്കുന്നത്. സോ ലൈറ്റ് എനർജി വന്നത് എന്താണ്, ഹൈ ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് എനർജി സോഴ്സ് വന്ന് പതിക്കുന്ന സമയത്ത് ഈ ലൈറ്റിൽ നിന്ന് റിസീവ് ചെയ്യുന്ന എനർജി എന്ത് ചെയ്യും, ആ പറയുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, റിസീവ് ചെയ്തിട്ട് മെറ്റലിന്റെ സർഫസിന് എന്ത് ചെയ്യും, പുറത്തേക്ക് എന്ത് ചെയ്യും, ഇജക്ട് ചെയ്യും. അങ്ങനെ ഇജക്റ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോണിന് ആവശ്യമായിട്ടുള്ള മിനിമം എനർജി റേഞ്ചിനെ പറയുന്ന പേരാണെന്ത്, വർക്ക് ഫംഗ്ഷൻ. അതായത് ഈ പറയുന്ന ഇലക്ട്രോണിന് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യാൻ അതിനാവശ്യമായിട്ടുള്ള എനർജി എത്രയാണോ, ഇപ്പൊ നമ്മളൊരു വ്യക്തിയാണ്, നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് എനർജി ആവശ്യമാണ്. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, എനിക്ക് എന്താണ് എനർജി ആവശ്യമാണ്, ഞാൻ എന്ത് ചെയ്യണം, ആ എനർജിക്ക് ആവശ്യമായ ഒരു സംഭവം എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് റിസീവ് ചെയ്യണം. അതുപോലെ തന്നെ ഇലക്ട്രോണിന് ആ മെറ്റൽ സർഫസിന് പുറത്തേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള എത്രയാണോ എനർജി റിസീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര എനർജി റിസീവ് ചെയ്താലും അതിനെന്താണ് പുറത്തേക്ക് പോകാൻ കഴിയുക, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് മക്കളൊന്ന് ആൻസർ നോക്കി നോക്ക്. ഫസ്റ്റ് എന്താ, എനർജി ഈസ് റിക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ടു ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ദ മെറ്റൽ സർഫസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് മിനിമം എനർജി റിക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ സർഫസ് ഓഫ് ദി മെറ്റൽ. And energy required by an electron to be retained the metal surface. Maximum energy required by an electron to escape from the metal surface. മക്കളെ, ആൻസർ ഏതാ, നമുക്ക് ക്ലിയർ അല്ലേ? എന്താണ് നമ്മൾ ഒരിക്കലും വർക്ക് ഫംഗ്ഷൻ ആണ് മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ സർഫസ് ഓഫ് ദ മെറ്റൽ. മാക്സിമം എനർജി അല്ല, മിനിമം എനർജിക്കാണ് എന്ത് പറയുന്നത്, വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ വർക്ക് ഫംഗ്ഷൻ എന്ന മക്കളെ മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ. ഓക്കെ, ഒരു മെറ്റൽ സർഫസിന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകാൻ ആവശ്യമായുള്ള മിനിമം എനർജിക്കാണ് എന്ത് പറയുന്നത്, വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ്
ദ മിനിമം എനർജി required to eject a free electron from the metal surface. ഓക്കെ, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് മക്കൾ എന്ത് 50 എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കിത് പല സ്ഥലത്തും വർക്ക് ഫംഗ്ഷൻ ഇവിടെ അവസാനം വരെ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയൺസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. മക്കളെ, ഈ അയൺസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആൾ പ്രൂവ് ചെയ്ത് ഇത്ര കാര്യമുള്ളൂ. എനർജി നമ്മൾ എന്താ പറയുക, ഒരു മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് സോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സോ ഒരു മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് സോഴ്സ് വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു മെറ്റൽ സർഫസിലേക്ക് എന്താ മക്കളെ ലൈറ്റ് സോഴ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. എന്താ പറഞ്ഞ്, ഓൾറെഡി മെറ്റൽസിന് എന്താ ആവശ്യമാണ്, എനർജി ആവശ്യമാണ്. എന്തിന്, ഇലക്ട്രോൺസിന് പുറത്തേക്ക് എന്നാണ് ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു ലൈറ്റ് സോഴ്സ് വരുന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് സോഴ്സ് വരുന്ന എനർജിക്ക് എന്താ പറയുക, hμ എന്ന് പറയുന്നത്. ഓക്കെ, എമൗണ്ട് ഓഫ് എനർജി hμ ആണ്. സോ വരുന്ന എനർജി, ഓക്കെ, ആര് റിസീവ് ചെയ്യും, ഇലക്ട്രോൺസ് എന്ത് റിസീവ് ചെയ്യും. അവിടെ ഇലക്ട്രോൺസ് എന്തിനൊക്കെ യൂസ് ചെയ്യും, വരുന്ന എനർജിയെ റിസീവ് ചെയ്ത് മെറ്റൽ സർഫസിന് പുറത്തേക്ക് ഇജക്ട് ചെയ്യാൻ എന്ത് ചെയ്യും, യൂസ് ആവും. ആ ഇജക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നടക്കുന്നത്, വർക്ക് ഫംഗ്ഷൻ നടക്കണമെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓവർകം ചെയ്യണം. ഈ സാധനം എന്ത് ചെയ്യണം, പുറത്തോട്ട് വരാം. പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക, ചുമ്മാ നിൽക്കുകയാണ് ചെയ്യണം, അല്ലല്ലോ. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, മൂവ് ചെയ്യാൻ തുടങ്ങും. എപ്പോഴാണോ ഒരു ഒബ്ജക്റ്റിന് അതിന്റെ മോഷൻ മൂലം, അല്ലെങ്കിൽ വെർച്യു ഓഫ് ഇറ്റ്സ് മോഷൻ മൂലം ഒരു എനർജി റിസീവ് ആവുന്നത്, അതിനെന്ത് എനർജി എന്ന് പറയാം മക്കളെ, കൈനറ്റിക് എനർജി എന്നാണ് പറയുക. സോ അയൺസ്റ്റീൻ എന്ത് ചെയ്തു, ഈ ഒരു കോൺസെപ്റ്റ് എടുത്ത് എന്ത് ചെയ്തു, ഒരു ലൈറ്റ് സോഴ്സ് വന്ന് പതിക്കുന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് സോഴ്സ് വരുന്ന എനർജി മൂലം രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. എന്താണ്, ഒന്നെന്താണ്, വർക്ക് ഫംഗ്ഷൻ നടക്കുന്നത്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിനിമം എനർജി റിസീവ് ചെയ്തിട്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും, സർഫസിന്റെ മെറ്റലിന്റെ സർഫസ് എന്ത് ചെയ്യും, പുറത്തേക്ക് എന്ത് ചെയ്യും, ഇജക്ട് ചെയ്യും. പ്ലസ് ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്, ആ ഇലക്ട്രോൺ എന്നിട്ട് കൈനറ്റിക് എനർജി കൂടി നിന്നിട്ട് ലഭിക്കുന്നുണ്ട്. സോ ഇത് വെച്ചിട്ട് നമ്മുടെ അയൺസ്റ്റീൻ എന്ത് ചെയ്തു, ഒരു ഇക്വേഷൻ ചെയ്തു, സെറ്റ് ചെയ്തു. ഓക്കെ, ആ ഇക്വേഷൻ ആണ് മക്കളെ എന്ത്, hμ = 5 + ½ mv². ഓക്കെ, hμ എന്താണ്, വരുന്ന ലൈറ്റ് സോഴ്സിന്റെ എനർജിയാണ്. അത് എന്തൊക്കെ കണ്ട് 5 നടക്കുന്നുണ്ട്. എന്താണ് 5 എന്ന മക്കളെ, വർക്ക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, വർക്ക് ഫംഗ്ഷൻ ആണ്. 50 സെറ്റ് ചെയ്തോ. ഓക്കെ, 50 എന്നാണ് വർക്ക് ഫംഗ്ഷൻ ആണ്. പ്ലസ് ½ mv² ആണ്. ½ mv² ഏതിന്റെ ഇക്വേഷൻ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്. 50 വെച്ചോട്ടോ. സോ 50 സോ hμ എന്നത് ഇൻസിഡന്റ് വന്ന് പതിക്കുന്ന ഒരു മെറ്റൽ സർഫസ് ഉണ്ടെങ്കിൽ ആ മെറ്റൽ സർഫസിലേക്ക് വന്ന് പതിക്കുന്ന ലൈറ്റ് സോഴ്സിന്റെ എനർജിക്കാണ് hμ എന്ന് പറയുന്നത്. ആ hμ എന്ന ഇൻസിഡന്റ് എനർജി വന്ന് പതിക്കുന്ന സമയത്ത് ഇലക്ട്രോൺ എന്ത് ചെയ്യും, പുറത്തേക്ക് ഇജക്ട് ചെയ്യും. അതാണ് 50 വർക്ക് ഫംഗ്ഷൻ. ആ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്താണ് മൂവ്മെന്റ് നടക്കുന്നത്, അതിനാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചാൽ എന്താണ്, ഓൾ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ നോട്ട് എമിറ്റഡ് വിത്ത് ദ സെയിം എനർജി ആസ് ദ ഇൻസിഡന്റ് ഫോട്ടോസ്. അതായത് വന്ന് പതിക്കുന്ന ഇൻസിഡന്റ് എനർജിയുടെ അതേ എനർജിയിലല്ല പുറത്തേക്ക് ഇലക്ട്രോൺസ് പുറത്തേക്ക് നിന്ന് എമിറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കണം, there is the work function for every metal. എല്ലാ വന്ന് റിസീവ് ചെയ്യുന്ന hμ എന്ന് പറഞ്ഞ എനർജി ആണെങ്കിലും ഒരിക്കലും പുറത്തേക്ക് പോകുന്ന എല്ലാ ഇലക്ട്രോൺസിനും എന്തില്ല, ഈ ഈക്വൽ hμ എനർജി റിസീവ് ആവുന്നില്ല എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്, വന്ന് പതിക്കുന്ന എല്ലാ എനർജിയും മെറ്റൽ സർഫസ് റിസീവ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് എന്തിനാണ് മക്കൾ ഉപയോഗിക്കുന്നത്, അവിടുന്ന് പുറത്തേക്ക് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യാനുള്ള വർക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്. അതാണ് എല്ലാ മെറ്റലിനും എന്തുണ്ട്, ഒരു വർക്ക് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഹെൻസ് എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ ഈസ് യൂസ്ഡ് ഫോർ വർക്ക് ഫംഗ്ഷൻ. ഫസ്റ്റ് എന്തിനു ഉപയോഗിക്കും, വർക്ക് ഫംഗ്ഷന് വേണ്ടി. നമ്മുടെ 50 വേണ്ടി നീ ഫസ്റ്റ് എന്തെങ്കിലും ഉപയോഗിക്കും. ഈ വർക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ഒബ്ജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്, കൈനറ്റിക് എനർജി. ഓക്കെ, ആൻഡ് കൈനറ്റിക് വർക്ക് ഫംഗ്ഷനും കൈനറ്റിക് എനർജിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഹെൻസ് kinetic energy of emitted electron will not be same as the incident photon. So വന്ന് പതിക്കുന്ന hμ എന്ന് പറയുന്നത് ഒരിക്കലും എന്തിനെ ഈക്വൽ ആയിരിക്കില്ല, ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫോട്ടോൺസിന് എന്താണ് സ്പീഡിന് എന്തായിരിക്കില്ല, ഈക്വൽ ആയിരിക്കില്ല. സ്പീഡ് എന്തായാലും കുറവായിരിക്കും. കാരണം എന്താ, വന്ന് പതിക്കുന്ന എനർജി വരുമ്പോൾ ഫുൾ എനർജി എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഫോട്ടോണിന്റെ സ്പീഡിന് വേണ്ടി മാത്രമാണ്. ഇലക്ട്രോൺ എന്താണ് വന്ന് പതിക്കുന്ന സോഴ്സിന്റെ എനർജിക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ വന്ന് പതിച്ചു കഴിഞ്ഞാലോ ഫസ്റ്റ് വർക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കും, അത് കഴിഞ്ഞ് ബാക്കി എനർജി എന്തിനു യൂസ് ചെയ്യുന്നുള്ളൂ, ഈ ഫോട്ടോൺസിന്റെ പ്രൊപ്പഗേഷന് വേണ്ടി എന്ത് ചെയ്യുന്നുള്ളൂ, യൂസ് ചെയ്യുന്നുള്ളൂ. കാര്യം ക്ലിയർ അല്ലടാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ ഈസ് 6 ഇലക്ട്രോൺ വോൾട്ട്. ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ കേസ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള അടുത്തെന്താണ്, ത്രെഷോൾഡ് ഫ്രീക്വൻസി. മക്കളെ ഓക്കെ, ത്രെഷോൾഡ് ഫ്രീക്വൻസി ഈ ഒരു ടേം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിനു മുമ്പ് ഒരു കാര്യം, നമ്മളിവിടെ ഓൾറെഡി എന്താണ് പഠിച്ചൊരു കേസ് എന്താ മക്കളെ, പഠിച്ചൊരു കാര്യം എന്താ, എല്ലാ ഇലക്ട്രോൺസിനും എല്ലാ ഇലക്ട്രോൺസിനും എന്താണ് മക്കളെ, എല്ലാ മെറ്റൽ സർഫസിനും എന്തുണ്ട്, ഒരു മിനിമം വർക്ക് ഫംഗ്ഷൻ ഉണ്ടാവും. ആ വർക്ക് ഫംഗ്ഷൻ എന്താണോ അതിനാണ് എന്ത് മിനിമം അളവ്, എന്തിന്, ഇലക്ട്രോൺസിന് പുറത്തേക്ക് ഇജക്ട് ചെയ്യാൻ. അതിൽ കൂടുതലാണ് വരുന്ന
ഇലക്ട്രോൺസിന്റെ അല്ലെങ്കിൽ വരുന്ന സോഴ്സിന്റെ എന്താണ് പവർ എങ്കിൽ, ഇലക്ട്രോൺ വോൾട്ട് എങ്കിൽ ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ഇലക്ട്രോൺസ് ഇജക്ട് ആവും. പക്ഷെ ചോദ്യം എന്താ, ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ എത്രയാണ്? 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. പക്ഷേ ഇഫ് 2 ഫോട്ടോൺസ് ഈച്ച് ഹാവിംഗ് എനർജി 4 ഇലക്ട്രോൺ വോൾട്ട്, 2 ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്, ഓരോന്നിനും എത്രയാണ്? 4 ഇലക്ട്രോൺ വോൾട്ട് ആണ് എനർജി. ഓക്കെ, സോ മെറ്റൽ സർഫസിൽ വന്ന് എന്ത് ചെയ്തു? സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസ് പുറത്തേക്ക് ഇജക്ട് ചെയ്യുമെന്നാണ് ചോദ്യം. എന്തുകൊണ്ട്? ചെയ്യില്ലേ? ചെയ്യുന്ന പറഞ്ഞാലും എന്തുകൊണ്ട്, ചെയ്യില്ല എന്ന് പറഞ്ഞാലും എന്തുകൊണ്ട്? ശ്രദ്ധിക്ക്, 6 ഇലക്ട്രോൺ വോൾട്ട് ആണ് മെറ്റൽ സർഫസിലുള്ളത് അല്ലെ? മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് മിനിമം 6 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള ഫോട്ടോൺ വന്ന് പതിച്ചാലേ എന്തുണ്ടാവുള്ളൂ, ഇവിടുന്ന് പുറത്തേക്ക് ഇലക്ട്രോൺസ് എന്തുള്ളൂ ഇജക്ട് ചെയ്യുള്ളൂ. പക്ഷെ നമ്മളെന്ത് വിചാരിക്കും, 2 ഫോട്ടോൺ ഉണ്ട്, ഓരോന്നും എത്രയാണ്? 4 ഇലക്ട്രോൺ വോൾട്ടാ, രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയായി? 8 ഇലക്ട്രോൺ വോൾട്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, 8 ഇലക്ട്രോൺ വോൾട്ട് വരുന്നുണ്ടെങ്കിൽ രണ്ടും കൂടി റിസീവ് ചെയ്ത് പോകണമെന്ന് ചിന്തിക്കണ്ടേ? പക്ഷെ മക്കൾ അങ്ങനെ പോകില്ല. ശ്രദ്ധിക്ക്, 2 എണ്ണം അല്ല, 4 എണ്ണം വന്നാലും ഓരോ വരുന്ന സോഴ്സിന് മിനിമം എത്ര വേണം? 6 ഇലക്ട്രോൺ വോൾട്ട് വേണം. കാരണം വരുന്ന സോഴ്സ് ആണ് എന്ത്, അടുത്ത ഇലക്ട്രോണിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട്, അടുത്ത ഫോട്ടോണിലേക്ക് നിന്ന് കംപ്ലീറ്റ് എനർജി എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രണ്ടും കൂടി കൂട്ടി ട്രാൻസ്ഫർ ചെയ്യലൊന്നും നടക്കില്ല. ഒന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ നടക്കുമ്പോൾ മിനിമം എത്ര എനർജി പോകണം? 6 ഇലക്ട്രോൺ വോൾട്ട് എനർജി ട്രാൻസ്ഫർ നടന്നാലേ ഇത് മുഖപുറത്തേക്ക് പോകണമെന്നുള്ളൂ. വർക്ക് ഫംഗ്ഷൻ മിനിമം റിക്വയർഡ് എനർജി അതിന് ലഭിക്കുകയുള്ളൂ. അതല്ലാതെ അതിൽ കുറവുള്ള എത്ര എണ്ണം, ഓക്കെ, ഓരോ വരുന്നതിനും മിനിമം 6 ഇലക്ട്രോൺ വോൾട്ട് അല്ലാതെ എത്ര കുറവായ എത്ര നമ്പർ ഓഫ് എണ്ണം വന്നാലും എന്തായിരിക്കും അവസ്ഥ? ഇലക്ട്രോൺസ് പുറത്തേക്ക് മക്കൾ എന്ത് ചെയ്യില്ല, ഇജക്ട് ചെയ്യില്ല. ഓക്കെ, സോ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് ഇത്ര വരുന്നത്, വർക്ക് ഫംഗ്ഷന്റെ മിനിമം അളവ് എത്രയാണ്? 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതിൽ കുറവുള്ള എത്ര വന്നാലും എന്തില്ല, ഇതാവില്ല. ശ്രദ്ധിച്ചില്ലേ? നോക്ക്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്താ, വിൽ ദ എമിഷൻ ഈസ് പോസിബിൾ? നോ. എന്തുകൊണ്ടാ? ദ എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ ഈസ് ലെസ് ദാൻ ദി വർക്ക് ഫംഗ്ഷൻ. വന്ന് പതിച്ച ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നതാണ് വർക്ക് ഫംഗ്ഷൻ 50 എന്താണ് കുറവാണ്. ഹെൻസ് എമിഷൻ ഈസ് എന്താണ് നോട്ട് പോസിബിൾ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ വർക്ക് ഫംഗ്ഷൻ എന്താ പഠിച്ചു? മിനിമം എനർജി ലെവൽ എത്രയാണ്? ഇപ്പോൾ വർക്ക് ഫംഗ്ഷൻ വേണം പറഞ്ഞു, അതിൽ കുറവുള്ള ഏത് ഫോട്ടോൺ വന്നാലും പുറത്തേക്ക് നല്ല ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യില്ല എന്ന് പഠിച്ചു. മക്കളെ, ഇനി ഈ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമുക്ക് എന്താണ്, മെത്തേഡ്സ് ടു ഇജക്ട് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. ഓക്കെ, ഏതൊക്കെ മെത്തേഡ് വഴി നമുക്ക് ഇലക്ട്രോൺസിനെ എന്താ പുറത്തേക്ക് ഇജക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് എന്താ? തെർമിയോണിക് എമിഷൻ. രണ്ടെന്താണ്? ഫീൽഡ് എമിഷൻ. മൂന്നാമതാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അല്ല, ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ള ഏതാണ്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആണ്. പക്ഷേ തെർമിയോണിക് എമിഷനും ഫീൽഡ് എമിഷനും, തെർമിയോണിക് എന്താ? തെർമലാണ്. തെർമൽ എനർജി എങ്ങനെയാ? ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഏറ്റവും എടുത്ത് എന്ത് ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? തെർമൽ എനർജി എന്ത് ചെയ്യും? ആർക്ക് റിസീവ് ആവും? ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? റിസീവ് ആവും. ആ റിസീവ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ട് ഒരു മെറ്റൽ സർഫസിന് ഇലക്ട്രോൺസ് പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്നതാണ് എന്ത് പറയാ? തെർമിയോണിക് എമിഷൻ എന്ന് പറയാ. അങ്ങനെ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ് എന്ത്? തെർമയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, തെർമയോൺസ് എന്ന് എന്ത് ചെയ്യാ പറയാം? അങ്ങനെ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനാണ് തെർമയോൺസ് എന്ന് പറയാ. നെക്സ്റ്റ് എന്താ? ഫീൽഡ് എമിഷൻ. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് അതിനുള്ള എനർജിനെ ആര് റിസീവ് ചെയ്യും? ഇലക്ട്രോൺസ് റിസീവ് ചെയ്ത് പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് മക്കൾ എന്ത് പറയാ? ഇലക്ട്രോൺസ് ഇജക്ട് എന്ന് പറയാ, ഫീൽഡ് എമിഷൻ എന്ന് പറയാ. നെക്സ്റ്റ് എന്താ? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. സ്ഥിരം തന്നെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അതാണ് ഫോട്ടോ ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ച് Hμ എന്ന എനർജി യൂസ് ചെയ്ത് ഇലക്ട്രോൺസ് പുറത്തേക്ക് ഇജക്ട് ചെയ്ത് ആ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്ന പോലെ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നും ആ ഇജക്ട് ചെയ്യുന്ന പ്രോസസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്നും പറയുന്നത്. ഓക്കെ, സോ തെർമൽ എനർജി ആണെങ്കിൽ തെർമിയോണിക്, ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഫീൽഡ് എമിഷൻ, ലൈറ്റ് ആണെങ്കിലോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്നുള്ളത്, വെൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫാൾസ് ഓൺ മെറ്റൽ സർഫസ്, അതായത് വന്ന് പതിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഓക്കെ, സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ഒരു മെറ്റൽ സർഫസിൽ വന്ന് സ്യൂട്ടബിൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണ്? ഒരു മെറ്റൽ സർഫസിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? പുറത്തേക്ക് എന്ത് എമിറ്റ് ചെയ്യും. അതായത് ലൈറ്റ് സോഴ്സ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി റേഞ്ച് എന്താണ്? സ്യൂട്ടബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും? പുറത്തേക്ക് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇജക്ട് ചെയ്യും. ഈ പ്രോസസ്സിനാണ് എന്ത് പറയുക? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുക. സിമ്പിൾ സാധനമല്ലേ? വരുന്ന ലൈറ്റ് സോഴ്സ്, ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് എന്താണ്? റേഡിയേഷൻ ആണ് ലൈറ്റ് സോഴ്സ്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്പെക്ട്രത്തിൽ വരുന്നതാണല്ലോ നമ്മുടെ ലൈറ്റ്, വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണ്? സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള വേവ് ലെങ്ത് കൊണ്ട് ഫ്രീക്വൻസി, സൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ളതാണ് വന്ന് ഒരു മെറ്റൽ സർഫസിൽ നിന്ന് പതിക്കുന്ന സമയത്ത് അതൊന്ന് പുറത്തേക്ക് ഇലക്ട്രോൺസിന് ഇജക്ഷൻ നടക്കുകയാണെങ്കിൽ അതിന് എന്ത് പറയുന്നു? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നു. ദിസ് എമിറ്റഡ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഇങ്ങനെ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മൂലം പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺസ് എന്ന് പറയാ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയാം. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? തെർമൽ എഫക്റ്റ് കൊണ്ടാണ് ഇതാണ് തെർമിയോൺസും, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കൊണ്ടായിരിക്കും ഫോട്ടോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു പറയുന്നു. മക്കളെ, ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ്. ബാക്കി നമ്മൾ എന്ത് ചെയ്യാം? പ്രോബ്ലത്തിലും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കാം.
For a given frequency of incident radiation, the number of photoelectrons emitted is directly proportional to the intensity of incident radiation. അതായത് ഒരു സർട്ടൈൻ നമ്പർ ഓഫ് ഗിവൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷന് ഓക്കെ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് അല്ലെങ്കിൽ ഇന്റൻസ് എന്താണ് എത്രത്തോളം ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു മെറ്റൽ സർഫസിന് പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്നുണ്ട് എന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഇൻസിഡന്റ് ലൈറ്റിന്റെ ശ്രദ്ധിക്കുക, വന്ന് പതിക്കുന്ന ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്തായിരിക്കും? ഇന്റൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഇന്റൻസിറ്റി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം എന്ത് കൂടും മക്കളെ? ഇലക്ട്രോൺസിന്റെ എമിഷൻ എന്ത് ചെയ്യും? കൂടും. അതുപോലെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ എത്രത്തോളം കൂടുന്നു അവിടെ എന്ത് കൂടും? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? കൂടും. രണ്ട് കോൺസെപ്റ്റ് ആലോചിച്ച് വെച്ചോ. ഇന്റൻസിറ്റി കൂടിയ ഇലക്ട്രോൺസിന് റിജക്ഷൻ കൂടും, ഇലക്ട്രോൺസിന് റിജക്ഷൻ കൂടുതലാണ് ഇലക്ട്രോൺസിന് ഫ്ലോ കൂടുതലാണ് അവിടെ ആയിരിക്കും ലൈറ്റ് ഇന്റൻസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. നെക്സ്റ്റ് എന്താ? ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ബട്ട് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ശ്രദ്ധിക്ക്, കൈനറ്റിക് എനർജി ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. മറ്റേ ഇന്റൻസിറ്റിക്ക് എന്താണ്? ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇൻഡിപെൻഡന്റ് ആണ്. ഇന്റൻസിറ്റി എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനു ഡിപ്പെൻഡ് ഉള്ളൂ? ഫ്രീക്വൻസിയെ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഡസ് നോട്ട് ഒക്യൂർ ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഇസ് ബിലോ ദ സർട്ടൈൻ മിനിമം വാല്യൂ കാൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഇത് ശ്രദ്ധിച്ചു വെച്ചോ. നേരത്തെ നമ്മൾ പറഞ്ഞത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഡസ് നോട്ട് ഒക്യൂർ ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഇസ് ബിലോ ദ സർട്ടൈൻ മിനിമം വാല്യൂ കാൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്താണോ പഠിച്ചത് അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. മിനിമം എനർജി വന്നില്ലെങ്കിൽ ഇലക്ട്രോൺസ് പുറത്തേക്കുന്നില്ല, ഇജക്ട് ചെയ്യില്ല. വർക്ക് ഫംഗ്ഷന്റെ മിനിമം എനർജി വന്നില്ലെങ്കിൽ ഇല്ല. അതേപോലെയാണ് വന്ന് പതിക്കുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി റേഞ്ച് ഇതിനും ഉണ്ടായിരിക്കണം. ആ മിനിമം ഓരോ മെറ്റലിനും ഓരോ ഫ്രീക്വൻസി റേഞ്ച് ആയിരിക്കും. ആ മിനിമം ഫ്രീക്വൻസി റേഞ്ചിൽ വന്ന് പതിച്ചാൽ മാത്രമേ ഇലക്ട്രോൺസ് എന്തെങ്കിലും പുറത്തേക്ക് എജക്ട് ചെയ്യുള്ളൂ. ആ ഓരോ മെറ്റലിനും ആ മിനിമം ഫ്രീക്വൻസി റേഞ്ചിനാണ് എന്ന് പറയാ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയാം. സോ വന്ന് പതിക്കുന്ന ഒരു മെറ്റലിലേക്ക് വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണെങ്കിൽ ലൈറ്റ് എമിറ്റ് ചെയ്യോടാ? ഒരിക്കലും എമിറ്റ് ചെയ്യില്ല. കാരണം മിനിമം എന്ത് വേണം? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മിനിമം ഇലക്ട്രോൺസിനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യാനുള്ള മിനിമം ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. അതെങ്കിലും വന്നാൽ മാത്രമേ സാധനം ഉള്ളൂ പുറത്തേക്ക് എന്ത് ചെയ്യുള്ളൂ? ഇജക്ട് ചെയ്യുള്ളൂ. ലാസ്റ്റ് എന്താ? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇസ് ഇൻസ്റ്റന്റേനിയസ് ഫിനോമിനൻ. ഓക്കെ, പെട്ടെന്ന് നടക്കുന്ന പരിപാടിയാണ്. മുമ്പ് സ്ലോ മോഷൻ ഇല്ല, നടക്കില്ല. വന്ന് പതിച്ചു, എനർജി റിസീവ് ചെയ്തു, വർക്ക് ഫംഗ്ഷൻ നടന്നു, ഇലക്ട്രോൺസ് പുറത്തേക്ക് ഇജക്ട് ചെയ്തു. ചേട്ടാ എന്ത് ചെയ്തോളാം? തീർന്നോളാം. അല്ല വന്ന് പതിച്ച് പിന്നെ ഇലക്ട്രോൺസ് എന്താണ് കംപ്ലീറ്റ് എനർജിയും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് പോകുന്ന പറഞ്ഞില്ല, പരിപാടി നടക്കില്ല. ഓക്കെ, സോ ഫസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്ക്. വാട്ട് ഈസ് മീൻ ബൈ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റൽ? ഇപ്പൊ പഠിച്ചതാണ് മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ എ മെറ്റൽ സർഫസ് ടു ഇജക്ട് ആൻ ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫസ്. സോ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ എൻ ഇൻസിഡന്റ് ലൈറ്റ്. ശ്രദ്ധിക്കടാ, മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ആൻ ഇൻസിഡന്റ് ലൈറ്റ് ടു ഇജക്ട് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. ഇതിനാണെന്ന് പറയാ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയാം. ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് ദി വേരിയേഷൻ ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ഫ്രീക്വൻസി. ഓക്കെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും വെച്ച് ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞത്. നോക്കിയാൽ മക്കളെ, ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അതിന് ഇലക്ട്രോൺസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് പറയാൻ ഇലക്ട്രോൺസ് ഇജക്ട് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ത് ചെയ്യുള്ളൂ? നടക്കുള്ളൂ. സോ ശ്രദ്ധിക്ക്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. ഇവിടെ നോക്കേണ്ട കാര്യം ഫ്രീക്വൻസി ഓഫ് ഡിനോട്ട് ലെറ്റർ എന്താണ്? മ്യൂ ആണ്. ഓക്കെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താ? V0 ആണ്. ശ്രദ്ധിക്ക്, രണ്ട് സ്ലോപ്പ് കൂടെ സെയിം സ്ലോപ്പാണ്. ഇത് എ എന്ന മെറ്റീരിയലും ഇത് ബി എന്ന മെറ്റീരിയലാണെന്ന് വിചാരിച്ചോ. ഇതിൽ രണ്ടിലും ഏതിനായിരിക്കും ഫ്രീക്വൻസി കൂടുക? ഇത് 0 അല്ല മക്കളെ. ഇങ്ങോട്ടേക്ക് പോകുന്നവർ എന്ത് കൂടിക്കൊണ്ടിരിക്കും? ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും. സോ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓക്കെ μ0 എന്ന് പറഞ്ഞ ഇതാണ് റേഞ്ച് എങ്കിൽ എക്കാണോ ബിക്കാണോ ത്രെഷോൾഡ് ഫ്രീക്വൻസി കൂടുക? ഒബ്വിയസ്ലി എന്താണ്? ബിക്കാണ്. കാരണം എന്താണ്? റൈറ്റ് സൈഡിലോട്ട് പോകുന്നവർ എന്ത് കൂടിക്കൊണ്ടിരിക്കും? ഫ്രീക്വൻസി ലെവൽ എന്ത് ചെയ്യും? കൂടിക്കൂടിയിരിക്കും. സോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് ത്രെഷോൾഡ് ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞത് ബിയുടെ ഫ്രീക്വൻസി എന്താണ്? എന്തിനേക്കാളും കൂടുതലായിരിക്കും? ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ഫ്രീക്വൻസി മിനിമം ഫ്രീക്വൻസി ലെവൽ ആർക്കാണ് കൂടുതൽ? ബി എന്ന മെറ്റലിനാണ് കൂടുതൽ. ഈ ഗ്രാഫ് ശ്രദ്ധിച്ച് അത് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സോ വൃത്തിക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം കേട്ടോ. കാരണം പല സ്ഥലത്തും ഈ ഗ്രാഫ് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസി റേഞ്ച് വെച്ചാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വെച്ച് കണക്കാക്കാൻ നിൽക്കണ്ട. എല്ലാത്തിനും എന്താണ്? ഫ്രീക്വൻസി റേഞ്ച് വെച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ്? മിക്കവാറും സെയിം ആയിരിക്കും, എയും ബിയും. പക്ഷേ ഫ്രീക്വൻസി റേഞ്ച് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണ്. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ എന്ത് വ്യത്യാസം വരും? ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോ. ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താവും? ഡിഫറൻ്റ് ആവും. ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതിനാണ്? ബി എന്ന മെറ്റലിനാണ്. റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ രണ്ടാമത് നിൽക്കുന്നത് ബി ആണ്. ഹയസ്റ്റ് ഫ്രീക്വൻസി ബി എന്ന മെറ്റലാണ്. അതുകൊണ്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഏതിനായിരിക്കും കൂടുതലുണ്ടാവുക? ബി എന്നതിനായിരിക്കും. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ ഇതിനൊക്കെ കറക്റ്റ് പ്രൂഫുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന് വഴിയേ വരുന്നുണ്ട് കേട്ടോ.
നെക്സ്റ്റ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് എച്ച് മ്യൂ ടു 50 പ്ലസ് കെ അല്ലെങ്കിൽ കെ മാക്സ് ഇതാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഓൾറെഡി പറഞ്ഞുള്ള കേസാണ്. ഓക്കെ, എച്ച് മ്യൂ എന്ന് പറഞ്ഞാൽ വരുന്ന ലൈറ്റിന്റെ ഇൻസിഡന്റ് ലൈറ്റിന്റെ സോഴ്സ് ആണ്, എനർജി സോഴ്സ് ആണ്. 50 എന്നാണ് ഫസ്റ്റ് എന്ത് ചെയ്യും, വർക്ക് ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കും. മറ്റേന്ത് ചെയ്യും, കെ മാക്സ് കൈനറ്റിക് എനർജി ഡിനോട്ട് ചെയ്ത് പറ്റുള്ളൂ. എന്തിനാണ്, വരുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യും, അതിന് മൂവ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യും. സോ ഇത് ഇക്വേഷൻ എന്താ, കെ മാക്സ് ഇക്വൽ ടു എച്ച് മ്യൂ മൈനസ് 50 എന്ന് എന്ത് ചെയ്യുക എഴുതാം. കൈനറ്റിക് എനർജി ഇസ് ഇക്വൽ ടു എച്ച് മ്യൂ മൈനസ് കൈനറ്റിക് എനർജി മാക്സിമം ഇസ് ഇക്വൽ ടു എച്ച് മ്യൂ മൈനസ് 50 എന്ന് എന്ത് ചെയ്യുക എഴുതാം. റിലേഷൻ ബിറ്റ്വീൻ വർക്ക് ഫംഗ്ഷൻ ആൻഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ശ്രദ്ധിച്ചോ. വർക്ക് ഫംഗ്ഷനും ത്രഷോൾഡ് ഫ്രീക്വൻസി, വർക്ക് ഫംഗ്ഷൻ എന്താ 50 അല്ലേ, ത്രഷോൾഡ് ഫ്രീക്വൻസി എന്താ μ0 അല്ലേ, ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ട് മക്കളെ. നോക്കിയാലോ എന്താണെന്നുള്ള കേസ്, 50 is equal to h μ0. ഓക്കെ, വർക്ക് ഫംഗ്ഷനും ത്രഷോൾഡ് ഫ്രീക്വൻസിയും. മക്കളെ μ0 ത്രഷോൾഡ് ഫ്രീക്വൻസി മനസ്സിലായി, h μ0 എന്താ, നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എച്ച് മ്യൂ എന്താണ്, എച്ച് μ0 പ്ലസ് കെ ഇ മാക്സ് ആണ്. അതായത് വർക്ക് ഫംഗ്ഷൻ എന്തിനാണ് ശ്രദ്ധിക്കുക, വർക്ക് ഫംഗ്ഷൻ എന്താ, മിനിമം എനർജി എന്താണ് റിക്വയർഡ് ഫോർ ആൻ ഇലക്ട്രോൺ ടു ഇജക്ട് ഫ്രം ദ മെറ്റൽ സർഫസ് ആണ് വർക്ക് ഫംഗ്ഷൻ. മക്കളെ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്താ, എച്ച് μ0 ആണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. എച്ച് μ0 എന്താ, വരുന്ന ലൈറ്റിന്റെ എനർജിക്കാണ് എന്ത് പറയുക, നമ്മൾ എച്ച് മ്യൂ എന്ന് പറയാം അല്ലേ. സോ എച്ച് μ0 എന്ന് പറഞ്ഞാൽ വരുന്ന ലൈറ്റിന്റെ മിനിമം ഫ്രീക്വൻസിയുള്ള എനർജിക്ക്, അതായത് മിനിമം ഫ്രീക്വൻസി ലെവൽ എന്താണ്, ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ്. ആ എനർജിയുടെ ത്രഷോൾഡ് ഫ്രീക്വൻസി, മിനിമം ഫ്രീക്വൻസി ലെവൽ ഓഫ് ആൻ എനർജി എന്ന് പറയുന്നത് വരുന്ന ലൈറ്റിന്റെ മിനിമം എനർജി എന്നാണ് μ0 ആണ്. എച്ച് μ0 എന്നാണ് മിനിമം വരുന്ന ലൈറ്റ് എന്നാണ് മിനിമം എനർജി, എന്ത് മിനിമം ഫ്രീക്വൻസി വരുന്ന മിനിമം എനർജി. ആ മിനിമം എനർജി എന്തിനാ ഉപയോഗിക്കുന്നത്, മിനിമം വർക്ക് ഫംഗ്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ വരുന്ന മിനിമം എനർജി എന്തിനു ഹെൽപ്പ് ചെയ്യും, ആ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് എന്താണ് ഇജക്ട് ചെയ്യാൻ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. സോ 50 പറഞ്ഞ വർക്ക് ഫംഗ്ഷൻ ആണ്, എച്ച് μ0 എന്നാണ് വരുന്ന ലൈറ്റിന്റെ മിനിമം എനർജിയുടെ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞത് എച്ച് μ0 എന്ന് പറഞ്ഞത്. എച്ച് മ്യൂ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ എനർജിയാണ്, എച്ച് μ0 എന്നാണ് മിനിമം എനർജി. കാരണം μ0 എന്ന് പറഞ്ഞത് ത്രഷോൾഡ് ഫ്രീക്വൻസി, ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ഇജക്ടിങ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫസ് ആണ്. സോ കോൺസെപ്റ്റ് ക്ലിയർ ആയോ, എങ്ങനെ 50 എച്ച് μ0, എച്ച് μ0 ഉണ്ടെങ്കിൽ എന്ത് നടക്കുള്ളൂ, വർക്ക് ഫംഗ്ഷൻ എന്തുള്ളൂ നടക്കുള്ളൂ. വർക്ക് ഫംഗ്ഷൻ നടക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്, മിനിമം എച്ച് μ0, അതായത് മിനിമം ത്രഷോൾഡ് ഫ്രീക്വൻസി ഉള്ള ഇൻസിഡന്റ് ലൈറ്റ് വന്ന് പതിക്കുന്നതാണ് നിർബന്ധമാണ്. ഓക്കെ, ഇനി എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, എന്താ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, എന്താണ് ഫോട്ടോ ഇലക്ട്രിക് കറന്റ്, ഇത് എന്താണ് പ്രോസസ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന കേസാണ് കേട്ടോ. ശ്രദ്ധിച്ച മക്കളെ, സിമ്പിളായ സെറ്റപ്പ് ആണ്. ഓക്കെ, ഒരു എവാക്യുവേറ്റഡ് ഗ്യാസ് ട്യൂബ് വെച്ചിട്ടുണ്ട്, ഗ്ലാസ് ട്യൂബാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഫോട്ടോ സെൻസിറ്റീവ് 2 പ്ലേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എയും സിയും. ഇതൊന്ന് 2 ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റ് എന്ത് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് പ്ലേറ്റ് കാഥോഡും സെക്കൻഡ് പ്ലേറ്റ് എന്താ മക്കളെ ആനോഡും ആണ്. സോ എസ് എന്താണ്, എസ് ആണ് നമ്മുടെ സോഴ്സ്, എന്ത് ലൈറ്റ് എനർജി കൊടുക്കാനുള്ള സോഴ്സ് ആണ് എസ്. സൂര്യനിൽ നിന്നാണ് നമ്മൾ ലൈറ്റ് സോഴ്സ് റിസീവ് ചെയ്ത് വിചാരിച്ചോ. ഒരു കോട്സ് വിൻഡോ എന്താണ്, ലൈറ്റിന് എന്താണ് നേരെ വന്ന് ഈ കാഥോഡിന്റെ മെറ്റൽ പ്ലേറ്റിൽ വന്ന് പഠിക്കും, ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റിൽ വന്ന് പതിക്കാനാണ് ഒരു കോട്സ് വിൻഡോ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലൈറ്റ് വന്ന് ഡയറക്റ്റായി ഹിറ്റ് ചെയ്തു. ഹിറ്റ് ചെയ്യുമ്പോൾ എന്താ, മെറ്റൽ സർഫസിലേക്ക് എച്ച് മ്യൂ എനർജി ഉള്ള ലൈറ്റ് സോഴ്സ് വന്ന് എന്താണ് പതിച്ചു കഴിഞ്ഞാൽ, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, എച്ച് μ0 ആയിരിക്കണം. വന്ന് പതിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, മെറ്റൽ പ്ലേറ്റിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എന്തെങ്കിലും പുറത്തേക്ക് എന്ത് ചെയ്യും, ഇജക്ട് ചെയ്യും. ആ ഇജക്ട് ചെയ്ത ഇലക്ട്രോൺസ് ആണ് മക്കളെ ഇവിടെ എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഈ ഇലക്ട്രോൺസ് ശ്രദ്ധിക്കുക, കാഥോഡ് എന്ത് ചാർജ് മക്കളെ, നെഗറ്റീവ് ചാർജ്, ആനോഡ് എന്ത് ചാർജ്, പോസിറ്റീവ് ചാർജ്. സോ മെറ്റൽ പ്ലേറ്റിന് പുറത്തേക്ക് വന്ന ഇലക്ട്രോൺസ്, ഓക്കെ, മെറ്റൽ പ്ലേറ്റിന് പുറത്തേക്ക് വന്ന ഇലക്ട്രോൺസ് എന്ത് ചാർജ് ആയിരിക്കും, നെഗറ്റീവ് ചാർജ്ഡ് സാധനങ്ങളായിരിക്കും. ഈ നെഗറ്റീവ് ചാർജിനെ ഫുള്ളായിട്ട് ആരെ അട്രാക്ട് ചെയ്യും, പോസിറ്റീവ് ചാർജുള്ള ആനോഡ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. സോ ലൈറ്റ് വന്ന് പതിക്കുന്നു, ഇലക്ട്രോൺസ് പുറത്തേക്ക് ചെക്ക് ചെയ്യുന്നു, അതിനെ മൊത്തം ആര് അബ്സോർബ് ചെയ്യുന്നു, ആനോഡ് അബ്സോർബ് ചെയ്യുന്നു. സോ ഇവിടെ ഒരു ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ് അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ സംഭവം ഇലക്ട്രോൺ പുറത്തേക്ക് എന്താണ് ഇജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന പ്രോസസ്സോടെ കഴിഞ്ഞു. പക്ഷെ ആനോഡ് അത് റിസീവ് ചെയ്യും തോറും അവിടെ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്ത് നടന്നുകൊണ്ടിരിക്കും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഇലക്ട്രിക് കറന്റ് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യും. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മെത്തേഡ് മൂലം ഇലക്ട്രോൺസിന് ഫ്ലോ നടത്തിയിട്ട് അവിടെ ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എന്ത് പറയുന്നു, ഫോട്ടോ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നു. കാര്യം ക്ലിയർ ആയോ, സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ഉണ്ടാകുന്ന കറണ്ടിന്റെ മാക്സിമം വാല്യൂ, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രിക് കറന്റ് മാക്സിമം വാല്യൂനാണ് എന്ത് പറയുന്നത്, സാച്ചുറേഷൻ കറന്റ് എന്ന് പറയുന്നത്. ദ മാക്സിമം വാല്യൂ ഓഫ് എ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഫോർ എ പെർട്ടിക്കുലർ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഇസ് കോൾഡ് സാച്ചുറേഷൻ. വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഒരു പെർട്ടിക്കുലർ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ എന്താണ്, ആ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഇന്റൻസിറ്റി വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ എന്താണ് ഉണ്ടാകുന്ന ഓരോ ഇന്റൻസിറ്റിക്കും ഒരു മാക്സിമം വാല്യൂ ഓഫ് സാച്ചുറേഷൻ കറന്റ് ഉണ്ടായിരിക്കും. സോ ഒരു പെർട്ടിക്കുലർ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന കറണ്ടിന്റെ മാക്സിമം വാല്യൂ ആണ് പറഞ്ഞത് സാച്ചുറേഷൻ കറന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ദ മിനിമം റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദ കളക്ടർ പ്ലേറ്റ് അറ്റ് വിച്ച് ദ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ബിക്കം 0.
എന്താ മക്കളത് പറഞ്ഞത്? ശ്രദ്ധിക്ക്, ഈ പറയുന്ന ആനോഡോടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡയഗ്രം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ് കേട്ടോ. ഈ ഡയഗ്രം നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇതിൽ ഈ ഒരു കോൺസെപ്റ്റിൽ എക്സ്ട്രാ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതിലേക്ക് ഒരു വോൾട്ട് മീറ്ററും അതേപോലെ തന്നെ ഒരു അമ്മീറ്ററും കൊണ്ടുവന്ന് വെക്കുകയാണ്. ഓക്കെ, ഈ അമ്മീറ്ററും വെച്ചതിന് ശേഷം ഓക്കെ, ഈ പറയുന്ന ഈ സെറ്റപ്പിന് എന്താ പറയുക? കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുക. ഈ പറയുന്ന സെറ്റപ്പിൽ എന്ത് ചെയ്തു? എക്സ്ട്രാ എന്ത് ചെയ്തു? ഒരു ബാറ്ററിയും കൂടി ഞാൻ എന്ത് ചെയ്തു? കണക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഒരു ബാറ്ററിയും കൂടി എന്തുണ്ട്? എന്താണ്? വോൾട്ടേജുള്ള ഒരു ബാറ്ററി എന്തുണ്ട്? സംഭവം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അമ്മീറ്റർ വോൾട്ട് മീറ്റർ നമുക്ക് എന്തിനാ അറിയാം? വരുന്ന കറണ്ടിന്റെ റീഡിങ്ങും വോൾട്ടേജിന്റെ റീഡിംഗ് അറിയാൻ അമ്മീറ്ററും വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ മൈക്രോ അമ്മീറ്റർ വാട്ടവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ കമ്മ്യൂട്ടേറ്റർ എന്തിനാന്ന് വെച്ചാൽ ഈ പറയുന്ന കമ്മ്യൂട്ടേറ്റർ എന്ത് ചെയ്യുക? ഈ പറയുന്ന രണ്ട് മെറ്റൽ പ്ലേറ്റും ആനോഡും കാഥോഡുമായി ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആനോഡ് എന്താണ്? പോസിറ്റീവും കാഥോഡ് നെഗറ്റീവാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചേഞ്ച് ചെയ്യാൻ ആരെയും കൊണ്ട് സാധിക്കും? കമ്മ്യൂട്ടേറ്ററിനെയും കൊണ്ട് സാധിക്കും. ഈ കമ്മ്യൂട്ടേറ്റർ എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ ആനോഡിന് ഓക്കെ, ആനോഡിന് ഇപ്പം എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജാ. ഓക്കെ, ഈ ആനോഡിലേക്ക് എന്താക്കി മാറ്റി? അതിനെ നെഗറ്റീവ് ചാർജാക്കി മാറ്റി എന്ന് വിചാരിക്കും. എന്താ സംഭവിക്കുക? കാഥോഡിൽ വന്ന് ലൈറ്റ് പതിക്കുന്നുണ്ട്, ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുന്നുണ്ട്. അതിനെ ആര് അട്രാക്ട് ചെയ്യണം? ആനോഡ് എന്ത് ചെയ്യണം? അട്രാക്ട് ചെയ്യണം. ഈ ആനോഡിനെ കമ്മ്യൂട്ടേറ്റർ എന്ത് ചെയ്തുമായിരിക്കും? നെഗറ്റീവ് ചാർജ് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന ഇലക്ട്രോൺസിന് ആര് റിപ്പൽ ചെയ്യൂടാ? ഈ ആനോഡ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക, അത് ആനോഡിലേക്ക് വല്ല തിരിച്ചെന്ത് ചെയ്യും? റിപ്പലായിട്ട് ബാക്കിലോട്ട് എന്ത് ചെയ്യും? പോകും. അവിടെ സംഭവിക്കും, ഇലക്ട്രോൺസിന് ഫ്ലോ എന്ത് ചെയ്യും? ഈ ആനോഡിന്റെ നെഗറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസിന് ഫ്ലോ എന്താണ്? കുറഞ്ഞു വരും. കമ്മ്യൂട്ടേറ്റർ എത്രത്തോളം നെഗറ്റീവ് ചാർജ് ആനോഡിലേക്ക് കൊടുക്കുന്നു അത്രത്തോളം ഇലക്ട്രോൺസിന് ഫ്ലോ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. കുറഞ്ഞു വരുമ്പോൾ അതിനർത്ഥം എന്താ? ഇലക്ട്രിക് കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അളവ് എന്ത് ചെയ്യും? ഒരുമിച്ച് എന്ത് ചെയ്യും? കുറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ഫ്ലോ കൂടിയാൽ എന്ത് കൂടും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അളവ് കൂടും. ഇലക്ട്രോണിന്റെ ഫ്ലോ കുറഞ്ഞാൽ എന്ത് പറയും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അളവ് കുറയും. അങ്ങനെ കുറഞ്ഞ് അവസാനം എന്ത് ചെയ്യും? ഇലക്ട്രിക് കറണ്ട് എത്രയും മാറും മക്കളെ? 0 ആയിട്ട് മാറും. ഓക്കെ, വെറും 0 ആയിട്ട് എന്ത് ചെയ്യും? മാറും. ആ 0 ആയി മാറുന്ന ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ എന്ത് ആ പറയുന്ന ഇലക്ട്രിക് കറണ്ട് 0 ആയി മാറുന്നത് ആ പോയിന്റിന് എന്ത് പറയാ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. എപ്പോഴാണോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എയും സിയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കമ്മ്യൂട്ടേറ്റർ ആനോഡിൽ നെഗറ്റീവ് ചാർജ് അപ്ലൈ ചെയ്ത് അതിനെന്താണ് ഒരു സ്റ്റോപ്പിംഗ് പോയിന്റിലേക്ക് ഇലക്ട്രിക് കറണ്ട് പ്രൊഡക്ഷനെ ഒരു സ്റ്റോപ്പിംഗ് പോയിന്റിലേക്ക് എത്തിക്കുന്നത് അതിനെന്ത് പറയാ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാ. ക്ലിയർ അല്ലടാ? ഓക്കെ ആണോ? തെറ്റല്ലേ? സാച്ചുറേഷൻ കറണ്ട് എന്നോ ഒരു വരുന്ന ഒരു സ്പെസിഫിക് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആണെന്ത്? സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരുന്നു? എപ്പോഴാണോ ആനോഡ് വരുന്ന ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്ത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് പ്രൊഡക്ഷൻ ആണ് 0യിലേക്ക് എത്തിക്കുന്നത്, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് 0യിലേക്ക് എത്തിക്കാനുള്ള ആ പോയിന്റിനാണ് എന്ത് പറയാ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാ. ഓക്കെ മക്കളെ, സെറ്റ് ആണെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. സോ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയും അതുപോലെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമ്മളൊരു റിലേഷൻ ഉണ്ട് മക്കളെ. ശ്രദ്ധിച്ചതാണ് കൈനറ്റിക് എനർജി മാക്സിമം എന്താണ്? EV0. ഇലക്ട്രോൺ വോൾട്ടിന്റെ എന്താണ്? മിനിമത്തിൽ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും? കൈനറ്റിക് എനർജി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ½ mv² എന്നാണ് ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് മിനിമം. ഓക്കെ, ശ്രദ്ധിക്ക്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരുന്നു? ഏത് പോയിന്റിലാണോ ഇലക്ട്രോണിന്റെ എന്താണ് പ്രൊഡക്ഷൻ എന്താവുന്നത്? 0 ആകുന്നത്, ഇലക്ട്രോണിന്റെ ഫ്ലോ ചെയ്യുന്നത് 0യിലേക്ക് എത്തിക്കുക. അതിന് എന്താ പറയുക? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഇലക്ട്രോണിന്റെ ഫ്ലോ 0 ആയി കഴിഞ്ഞാൽ കൈനറ്റിക് എന്താണ്? ഇലക്ട്രിക് കറണ്ട് എന്താവും? 0. സോ EV0 ശ്രദ്ധിച്ചാ, EV0 ഈ എന്താണ്? ഇലക്ട്രോൺ ആണ്. V0 എന്നാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. EV0 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ½ mv² ഈക്വൽ ആയിരിക്കും. കാരണം ഈ V0 വന്നു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ആരുടെയും കുറയും, ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കുറയും. സോ ഈ റിലേഷൻ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ശ്രദ്ധിച്ച്, ഇനി ഒരു 3 ഗ്രാഫ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. ശ്രദ്ധിക്കണേ. വേരിയേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വിത്ത് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. അതായത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടി എന്ന് വിചാരിക്കും. എന്താ കൂടുക? ഇന്റൻസിറ്റിയുടെ കൂടെ എന്ത് കൂടാ? hμ എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. കാരണം വരുന്ന ലൈറ്റിന്റെ എനർജി സോഴ്സ്. ഓക്കെ മക്കൾ എവിടെ എഴുതുമ്പോൾ കാണുന്നില്ലേ? വെച്ചിട്ട് കേട്ടോ. സോ മക്കളെ ശ്രദ്ധിക്ക്, ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടി എന്ത് കൂടും? hμ. വരുന്ന എനർജി സോഴ്സ് എന്ത് ചെയ്യും? കൂടും. എനർജി സോഴ്സ് കൂടി എന്താണ്? 50 വർക്ക് ഫംഗ്ഷനിൽ നിന്ന് പ്ലസ് കൈനറ്റിക് എനർജി എന്താ ഉണ്ടാവും? കൂടി നീ വരും. ½ പ്ലസ് ½ mv² അല്ലേ? കൈനറ്റിക് എനർജി ആണല്ലോ, കൂടി വരും. സോ എത്രത്തോളം ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്നു അത്രത്തോളം വന്ന് പതിക്കുന്ന ലൈറ്റ് സോഴ്സിന്റെ എഫക്റ്റ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നതിന് അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇലക്ട്രോൺസ് എത്രത്തോളം പുറത്തേക്ക് വരുന്നു അത്രത്തോളം ഇലക്ട്രിക് കറണ്ട് പ്രൊഡക്ഷൻ ചെയ്യും
കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എക്സ് ആക്സിലും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വൈ ആക്സിലും ആണെങ്കിൽ രണ്ടും കൂടി ഒന്ന് ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. എങ്ങനെയാ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇന്റൻസിറ്റി കൂടിയ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും, ഇന്റൻസിറ്റി കുറഞ്ഞ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്തെയും കുറയും. നെക്സ്റ്റ് ഗ്രാഫ് മക്കളെ, എഫക്റ്റ് ഓഫ് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ആണ്. അതായത് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലിന്റെ ഇലക്ട്രിക് കറണ്ടും ഫോട്ടോ ഇലക്ട്രിക് തമ്മിലുള്ള റിലേഷനാണ്. നമ്മൾ എന്താ പഠിച്ച്? കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലിലേക്ക് എത്രത്തോളം അതിന് എഫക്റ്റ് കൂടുന്നോ അത്രത്തോളം എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും, ഇലക്ട്രിക് കറണ്ട് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും പറഞ്ഞു. സോ സാധാരണഗതിയിൽ ശ്രദ്ധിക്കണം, ഈ ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഇത് I3, I2, I1. അതായത് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലിലേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി I1ഉം I2 I3 എന്നാണ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ്. ഇന്റൻസിറ്റി I1 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവാണ്, I2 വീണ്ടും കൂടാണ്. വൈ ആക്സ് അറിയാലോ, I1 കുറവ്, ഹയസ്റ്റ് ഏതാണ്? I3 ആണ്. ഏറ്റവും എന്താണ്? I2 അതിനും കുറവാണ്, അതിലും കുറവാണ് എന്ത്? I1 എന്ന് പറയുന്നത്. സോ ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ ഓക്കെ, അതിനനുസരിച്ച് ഈക്വൽ ആയിട്ട് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പഠിച്ച്. സോ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലിന് എഫക്റ്റ് കൂടുതലാണെങ്കിൽ വരുന്ന ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്താണ്? ഹയസ്റ്റ് ഇന്റൻസിറ്റി ആണെങ്കിൽ ഉണ്ടാവുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്തായിരിക്കും? ഹയസ്റ്റ് ആയിരിക്കും. ഇന്റൻസിറ്റി കുറഞ്ഞാലോ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കുറയും. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ്? എന്താ? എത്ര ഇന്റൻസിറ്റി വീണ്ടും കുറഞ്ഞ എന്ത് ചെയ്യും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അളവ് എന്തെങ്കിലും കുറയും. സോ ലൈറ്റിന്റെ ഇന്റൻസിറ്റി ചേഞ്ച് ആകുന്നതിനനുസരിച്ച് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ എന്താവും? വ്യത്യാസം വരും. പക്ഷേ ഈ 3 കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഉള്ളതിനും ഉണ്ടാകുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. ഓക്കെ, V0 എന്ന് പറയുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഡയഗ്രാഫ് ഒന്നും കൂടി വൃത്തിക്ക് വരയ്ക്കാം കേട്ടോ. മിനിറ്റ്. ഓക്കെ, ഞാൻ അവസാനം ബുക്കിൽ പോയി നോക്കുമ്പോൾ ഇത് സാറ് വരച്ച ഗ്രാഫ് ഞങ്ങൾ പഠിപ്പിച്ച ഗ്രാഫും വേറെ വേറെ എന്ന് പറയണ്ട. ഓക്കെ, ഇപ്പോൾ സെറ്റായി. സോ V0 എന്ന് പറയുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 3 എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിഫറെൻ്റ് ആയിട്ട് പോലും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്താണ്? ഡിഫറെൻ്റ് ആയത്. ഇന്റൻസിറ്റി കൂടി എന്ത് കൂടും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടി നമുക്ക്. പക്ഷേ എല്ലാത്തിനും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ്? എല്ലാം കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന്റെ വാല്യൂ 0 ആയത് എന്താണ്? സെയിം പോയിന്റില്ല. എന്തുകൊണ്ടാണ് മക്കളെ? ശ്രദ്ധിച്ചോ, എവിടെയാണോ ഫ്രീക്വൻസി സെയിം ആകുന്നത് അവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിനെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫ്രീക്വൻസിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. മറ്റവിടെ എന്തായിരുന്നു? ഇന്റൻസിറ്റി ഡിഫറൻ്റ് ആണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്താണ്? ഡിഫറൻ്റ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് പോയിന്റിലാണോ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് പ്രൊഡക്ഷൻ 0 ആവുന്നത് അതിനാണ് എന്ത് പറയുക? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. മക്കളെ അങ്ങനെയാണെങ്കിൽ അതാണ് എഫക്റ്റ് ഓഫ് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക്. കളക്ടർ പ്ലേറ്റിൽ എഫക്റ്റ് കൂടുന്നതോറും ലൈറ്റിന് ഇന്റൻസിറ്റി കൂടുന്നതോറും എന്ത് കൂടിക്കൊണ്ടിരിക്കും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ എന്താണ്? റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ എവിടെ പഠിച്ചു മക്കളെ? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് റിട്ടാർഡിംഗ് ഉണ്ട്. എ എന്നതിലേക്ക് എന്താണ്? നെഗറ്റീവ് ചാർജ് കൊടുത്ത്, ആനോഡിലേക്ക് നെഗറ്റീവ് ചാർജ് കൊടുത്ത് റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? കംപ്ലീറ്റ് പ്രോസസ് സ്റ്റോപ്പ് ആവും. അവിടെ ഇലക്ട്രിക് കറണ്ട് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ചെയ്യില്ല. ആ പോയിന്റാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുക. പക്ഷേ ലൈറ്റിന്റെ ഇന്റൻസിറ്റി സെയിം ആണെങ്കിൽ വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഡിഫറൻറ്റും ഫ്രീക്വൻസി എന്താണ്? സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വ്യത്യാസം ഉണ്ടാവും? എല്ലാ വരുന്ന ലൈറ്റിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം പോയിന്റിലായിരിക്കും മക്കൾ എന്നത് വന്ന് നിൽക്കുന്നുണ്ടാവുക. സോ ശ്രദ്ധിച്ചേക്ക്, ഇന്റൻസിറ്റി ഡിഫറൻ്റ് ആയാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്താവും? ഡിഫറൻ്റ് ആവും. ഫ്രീക്വൻസി സെയിം ആയാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ കളക്ടർ പ്ലേറ്റിന്റെ കേസിൽ ഇന്റൻസിറ്റി കൂടുന്നവർ എന്ത് കൂടും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്തെയും കൂടും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഗ്രാഫിൽ നോക്ക്, എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി. ഇന്റൻസിറ്റിയുടെ കേസ് വിട്ടോ. നെക്സ്റ്റ് എന്താ? കളക്ടർ പ്ലേറ്റിന്റെ കാര്യം. ഇന്റൻസിറ്റി കൂടിയാണ് കളക്ടർ പ്ലേറ്റിന്റെ എഫക്റ്റ് കൂടുക. എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോ ഇവിടെ എന്താണ്? ഫ്രീക്വൻസി എന്താണ് മക്കളെ? ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണ്. പക്ഷേ ഇന്റൻസിറ്റി എന്താണ് മക്കളെ? സെയിം ആണ്. ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്താണ്? സെയിം ആണ്. നമ്മൾ നേരത്തെ പഠിച്ച് സാച്ചുറേഷൻ കറണ്ടിൽ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ലൈറ്റ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഉള്ള പെർട്ടിക്കുലർ ലൈറ്റ് വന്ന് പതിക്കുന്ന സമയത്ത് ആ ലൈറ്റിന് ഉണ്ടാകാൻ കഴിയുന്ന മാക്സിമം ഇലക്ട്രിക് കറണ്ട് ആണെന്ന് പറയാ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്റൻസിറ്റി സെയിമും ഫ്രീക്വൻസി ഡിഫറൻറ്റും ആണെങ്കിൽ എല്ലാത്തിൻ്റെയും സാച്ചുറേഷൻ കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. ഓക്കെ, ഇന്റൻസിറ്റി എന്താണ്? എല്ലാത്തിനും സെയിം ആണ്. സോ ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. ഇതിനാണ് എന്ത് പറയാ? സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയാ.
സോ ലൈറ്റിന്റെ ഇന്റൻസിറ്റി സെയിം ആണെങ്കിൽ വരുന്ന പതിക്കുന്ന ഇന്റൻസിറ്റി വരുന്ന എനർജി സെയിം ആണെങ്കിൽ അത്ര എന്താണ് ഈക്വൽ ആയിട്ടുള്ള 3 ലൈറ്റ് വന്ന് പതിച്ചു, 3ന്റെ ഇന്റൻസിറ്റി സെയിം ആണെന്ന് വിചാരിക്കും. എന്താ അവസ്ഥ ഉണ്ടാവുക? പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും 3 അത് കളക്ടർ പ്ലേറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വരുന്ന ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഉണ്ടാകാൻ കഴിയുന്ന മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയാം, സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയാം. പക്ഷേ ഫ്രീക്വൻസി ഡിഫറന്റ് അല്ലേ? ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആവാണ്. അപ്പോൾ ഫ്രീക്വൻസി ഡിഫറന്റ് ആണെങ്കിലോ എന്തായിരിക്കും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും മക്കളെ? ഡിഫറന്റ് ആയിരിക്കില്ലേ? നോക്കി നോക്ക്. ഓക്കെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ്? ഡിഫറന്റ് ആണ്. സോ V03 മൈനസ് V02 മൈനസ് V01 എന്താ അവസ്ഥ? ഏതിനാണോ കുറവ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത്, ശ്രദ്ധിക്കട്ടെ, ഏതിനാണോ കുറവ് ഫ്രീക്വൻസി ഉള്ളത് അത് പെട്ടെന്ന് എന്തായിക്കോളും? സ്റ്റോപ്പ് ആയിക്കോളും. ഏതിനാണോ ഹൈയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് അത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിലേക്ക് എന്ത് ചെയ്യും? ടൈം എടുക്കും. സെയിം കോൺസെപ്റ്റ്. നേരത്തെ എന്തായിരുന്നു? കളക്ടർ പ്ലേറ്റിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ഇന്റൻസിറ്റി കുറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കുറയും, ഇന്റൻസിറ്റി കൂടി എന്ത് ചെയ്യും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. ഇവിടെ എന്താ? ഫ്രീക്വൻസി കാരണം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ പെട്ടെന്ന് ഇതുകൊണ്ട് എത്തിക്കോളും. ഫ്രീക്വൻസി കൂടിയാലോ മെല്ലെ അത്യാവശ്യം ടൈം എടുത്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിലേക്ക് എത്തിയുള്ളൂ. കാരണം ഫ്രീക്വൻസി കൂടിയ ലൈറ്റ് ആണെങ്കിൽ പവർ കൂടുതലാണ്, ഓട്ടോമാറ്റിക്കലി എന്താണ് അതിന് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കണമെങ്കിൽ അത്രയും നെഗറ്റീവ് ചാർജ് നമ്മൾ എന്ത് ചെയ്യേണ്ടതും റിട്ടാർഡേഷൻ ആണെങ്കിൽ റിട്ടാർഡേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് റിപ്പൽഷന് വേണ്ടി എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. സോ ഗ്രാഫ് ശ്രദ്ധിക്കുക. മൈനസ് V01 മൈനസ് V02 മൈനസ് V03. ഇവിടെ എന്താണ്? ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണ്. കറണ്ട് എന്താണ്? ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്താണ്? ലൈറ്റ് ആണ് എന്താണ്? സെയിം ആണ്. ഓക്കെ, അവിടെ ഫ്രീക്വൻസി സെയിം ആയതും ഇന്റൻസിറ്റി എന്തായാലും ഡിഫറൻ്റ് ആണ്. ഇവിടെ ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണ്, ഇന്റൻസിറ്റി സെയിം ആണ്. ഈ കോൺസെപ്റ്റ് വെച്ച് പഠിച്ചു. ഇതിന് പറയുന്ന പേരെന്താണ്? ഹയസ്റ്റ് കറണ്ടിനെ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നു. ക്ലിയർ ആണോ? എങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് വേരിയേഷൻ ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. നേരത്തെ എന്താ പറഞ്ഞത്? ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് എക്സ് ആക്സിലുണ്ട്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വൈ ആക്സിലുണ്ട്. ഇത് എയും ബിയും ആണെങ്കിൽ ഏതിനായിരിക്കും മക്കളെ വർക്ക് ഫംഗ്ഷൻ കൂടുതൽ? നമ്മൾ എന്താ പഠിച്ചിരുന്നത്? ബിക്കാണെന്ത് വർക്ക് ഫംഗ്ഷൻ കൂടുതൽ. അങ്ങനെ ഫ്രീക്വൻസി ഏതിനാണ് കൂടുതൽ? ബിക്കാണെന്ത് കൂടുതൽ. മക്കൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നോക്ക്. H mu is equal to mu0 plus K max ആണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇതിൽ കൈനറ്റിക് എനർജിയുടെ റിലേഷൻ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട്? EV0 എന്നുള്ള കേസ് പഠിച്ചിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൈനറ്റിക് എനർജി റിലേഷൻ EV0 ആണ്. സോ കൈനറ്റിക് എനർജിക്ക് വരെ എന്ത് കൊടുത്തു? EV0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇന്ന് EV0 ഈസ് ഈക്വൽ ടു എന്ത് വരും? 50 എന്ത് വരും? അങ്ങോട്ടേക്ക് പോകും. H mu മൈനസ് 50 എന്നായി. ഇതിന്ന് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ നോക്കിയൊക്കെ. V0 ഈസ് ഈക്വൽ ടു H mu എന്താണ്? H mu മൈനസ് 50 ഡിവൈഡ് ബൈ I. അതിനർത്ഥം എന്താ? H mu ബൈ ഇ മൈനസ് 50 ബൈ ഇ. ഇത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. Y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി എന്ന ഫോർമാറ്റ് അല്ലേ? എങ്ങനെയാണ്? V0 ഈസ് ഈക്വൽ ടു H ബൈ ഇ ഇൻറ്റു വി. എമ്മിന് സ്ഥാനത്ത് എന്ത് വരും? H ബൈ ഇ വരും. എക്സിന് സ്ഥാനത്ത് വരും വി വരും. പ്ലസ് ഓർ മൈനസ് സി അല്ലേ? ഇവിടെ എന്താണ്? മൈനസ് ആണ്. 50 ബൈ ഇ. സോ സിയുടെ സ്ഥാനത്ത് എന്ത് വന്നു? 50 ബൈ ഇ എന്ന് വന്നു. ആലോചിക്കടാ. ഇതിൽ എമ്മിന് സ്ഥാനത്ത് H ബൈ ഇ അല്ലേ? ഇതാണ് എന്ത് പറയുക? നമ്മൾ സ്ലോപ്പ് എന്ന് പറയാം. സോ എ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? എം ഇസ് ഈക്വൽ ടു H ബൈ ഇ എന്ന ഇക്വേഷൻ എന്ത് ചെയ്യുക? യൂസ് ചെയ്തോളുക. ഇതിൽ സി ഇക്വേഷൻ എന്താ? മൈനസ് 50 ബൈ ഇ ആണ്. ഇതെന്ത്? ഞാൻ സ്ലോപ്പിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു എം ഇസ് ഈക്വൽ ടു H ബൈ ഇ എന്ന് പറഞ്ഞു. കണ്ടുപിടിക്കേണ്ട ഫോർമാറ്റ് ആണ്, ശ്രദ്ധിച്ചോ. ഐൻസ്റ്റീൻ്റെ ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതുക. അതിൽ കൈനറ്റിക് എനർജിയുടെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ റിലേഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാണ്. K ഈസ് ഈക്വൽ ടു EV0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V0 സെപ്പറേറ്റ് ആയിട്ട് എഴുതിക്കോളാം. H mu ബൈ ഇ മൈനസ് 50 ബൈ ഇ. എന്തിന്റെ ഫോർമാറ്റ്? Y ഈസ് ഈക്വൽ ടു mx പ്ലസ് ഓർ മൈനസ് സിയുടെ സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷന്റെ ഫോർമാറ്റ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി V0 ഈസ് ഈക്വൽ ടു H mu ബൈ ഇ മൈനസ് 50 ബൈ H ബൈ ഇ എന്ന് പറഞ്ഞിട്ട് എം അല്ലേ? സോ സ്ലോപ്പ് ഈസ് ഈക്വൽ എം ഈസ് ഈക്വൽ കൊടുക്കുക. H ബൈ ഇ എന്ന് എന്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ അത്യാവശ്യം തിയറി പഠിച്ചു. ഇതിനോട് ഇക്വേഷൻ തോർത്ത് റൈറ്റ് ദ ഇക്വേഷൻ ഫോർ വേവ് ലെങ്ത് ഓഫ് ഡി ബ്രോഗ്ലി വേവ് അസോസിയേറ്റഡ് വിത്ത് മൂവിംഗ് പാർട്ടിക്കിൾ. സോ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ മക്കളെ ഇതിൽ ഇതേ ചാപ്റ്ററിൽ കുറച്ച് അതുപോലെ ഇതുവരെ പഠിച്ചതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ ഇക്വേഷൻസ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. സോ നമ്മുടെ ഡി ബ്രോഗ്ലി ആണ് നമ്മുടെ ലൈറ്റിന്റെ വേവ് നേച്ചറും കാര്യങ്ങളൊക്കെ മൂപ്പർ എന്ത് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, കോൺസെപ്റ്റൊക്കെ കൊണ്ടുവന്ന്. സോ അവിടെ ഇതൊരു ഇക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ ശ്രദ്ധിച്ചേക്ക് കേട്ടോ. ആണ് ലാംഡ ഈസ് ഈക്വൽ ടു H ബൈ എം വി. ലാംഡ എന്താണ്? വേവ് ലെങ്ത് ആണ്. H എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അറിയാലോ മക്കളെ. M എന്താണ്? മാസ് ഓഫ് ദി പാർട്ടിക്കിൾ ആണ്. V എന്താണ്? വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ആണ്. സോ ലാംഡ ഈസ് ഈക്വൽ H ബൈ എം വി എന്ന റിലേഷൻ ചെയ്തു ഡി ബ്രോഗ്ലി കണ്ടുപിടിച്ചു. ഇതിനെ ലൈറ്റിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുകയാണ്. ലാംഡ ഈസ് ഈക്വൽ ടു ഫൗണ്ട് ദ വേവ് നേച്ചർ ഓഫ് മാറ്റർ. വേവ് നേച്ചർ ഓഫ് മാറ്റർ ആരാണ് കണ്ടുപിടിച്ച്? ഡി ബ്രോഗ്ലി കണ്ടുപിടിച്ച്. ദ വേവ്സ് അസോസിയേറ്റഡ് വിത്ത് മെറ്റീരിയൽ പാർട്ടിക്കിൾ ആർ കോൾഡ് മാറ്റർ വേവ്സ്. സോ വേവ്സ് മെറ്റീരിയൽ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റഡ് വേവ്സ് ആണെന്ന് പറയാം മാറ്റർ വേവ്സ് ഓർ ഡി ബ്രോഗ്ലി വേവ്സ് എന്ന് പറയാം. ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു H ബൈ എം വി. ലാംഡ വേവ് ലെങ്ത് ആണ്, H പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, M മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ്, V എന്നാണ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എന്താണ്? ലാംഡ ഈസ് ഈക്വൽ H ബൈ പി. എങ്ങനെ മക്കളെ? മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്നുള്ള കേസ് നമുക്കറിയാം. സോ പി ഈസ് ഈക്വൽ എം വി അല്ലേ? സോ അതിന് വരുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു
എച്ച് ബൈ പി എന്ന് കൊടുത്തു. ആ ഇക്വേഷൻ ഒന്നുകൂടി അറിയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2mke എന്ന് എഴുതി. അതെങ്ങനെയാ ഇപ്പൊ എച്ച് ബൈ റൂട്ട് ഓഫ് 2mke എന്ന് വന്നത്? എടാ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതെങ്ങനെ എച്ച് ഇസ് റൂട്ട് ഓഫ് 2mke എന്ന് വന്നത്? ശ്രദ്ധിക്ക്, പറഞ്ഞ കാര്യം നോക്കിക്കോട്ടോ. ഓക്കെ, എങ്ങനെയാ വന്നുള്ള കേസ് എന്ത് ചെയ്യാ പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിക്കടാ, എങ്ങനെയാ വന്നുള്ള കേസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇതിൽ പറയാം. ശ്രദ്ധിക്ക്, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ മക്കളെ? ഹാഫ് mv² ആണ്. നമുക്ക് എന്താണ് കിട്ടേണ്ടത്? എച്ച് ബൈ റൂട്ട് ഓഫ് 2mke എങ്ങനെ വന്ന നിലക്കാൾ കിട്ടേണ്ടത്? കൈനറ്റിക് കിട്ടുന്നത് ഹാഫ് mv² ആണ്. ഈ ഹാഫ് mv² എന്ത് ചെയ്യുക? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു മുകളിൽ താഴത്തും m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് വരും? 1/2m ഇൻറ്റു m² ഇൻറ്റു v² എന്ന് വരും. പി സിക്കിൽ എന്താ നമുക്ക് ഇക്വേഷൻ? mv ആണ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ p² എന്തായിരിക്കും? m² v² p² എന്ന് കൊടുക്കാമല്ലോ. സോ ke ഈസ് ഈക്വൽ ടു 1/2m p എന്ന് വന്നില്ലേ? സോ വിച്ച് ഇംപ്ലൈസ് ke ഈസ് ഈക്വൽ ടു p/2m ആണല്ലോ. സോറി, p²/2m അല്ലേ? m² v² എന്നാണ്, p²/2m അല്ലേ? ഇതിന്ന് p² ഈസ് ഈക്വൽ ടു എന്ത് വരുടാ? 2mke എന്നാവില്ലേ? ഇതിൽ p ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? 2mke എന്ന് വന്നോ? ഓക്കെ, ഇതുകൊണ്ടാണ് ഇത് പിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തത്? റൂട്ട് ഓഫ് 2mke എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇക്വേഷൻ ആണ് ഡീപ്രോഗ്രാം ലാംഡ ഇസ്ക്വൽ h ബൈ mb എന്ന് പറയാം, ലാംഡ ഇസ്ക്വൽ h ബൈ p എന്ന് പറയാം. ഇൻ കേസ് ഓഫ് കൈനറ്റിക് എനർജി ആണെങ്കിൽ ലാംഡ ഇസ്ക്വൽ h ബൈ റൂട്ട് ഓഫ് 2mke എന്ന് പറയാം. സോ ഈ ഇക്വേഷൻസ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമുക്ക് അവിടെ സ്ഥലമില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതിയത് കേട്ടോ. കാര്യം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? ഒഴിവാക്കി വിടാം. പാലം കിടക്കുന്നവരെ നാരായണ കഴിഞ്ഞാൽ എന്താണ് മാറ്റി പറയാലോ, കുഴപ്പമുള്ള കേസല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് 2021 നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എന്താണ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് എന്ത് ചെയ്തേക്ക് നോക്കിയേക്ക്. റൈറ്റ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. h mu is equal to 50 പ്ലസ് എന്താ വരിക? h mu is equal to 50 പ്ലസ് എന്താ പഠിച്ച്? ke മാക്സ്. h mu is equal to 50 is equal to k max. ഓക്കെ, കൈനറ്റിക് എനർജി എന്താണ്? മാക്സിമം വാല്യൂ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. യൂസിംഗ് ദിസ് ഇക്വേഷൻ ഷോ ദാറ്റ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് നോട്ട് പോസിബിൾ ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഈസ് ലെസ് ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങാനും എന്താണ് വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പോസിബിൾ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഏത്? ഈ സെയിം ഇക്വേഷൻ വെച്ചിട്ട്. എങ്ങനെയാ നോക്കാം മക്കളെ? ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ h mu is equal to 50 പ്ലസ് k max. വന്ന് നോക്കിയോ, h mu is equal to 50 പ്ലസ് k max ആണ് അല്ലേ? ഇതിലെന്ത് ചെയ്യുക? ശ്രദ്ധിക്ക്, ഈ 50ക്ക് വർക്ക് ഫംഗ്ഷൻ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് h mu0 എന്ന് പറഞ്ഞ റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം മിനിമം ഫ്രീക്വൻസി റേഞ്ചിൽ ഉണ്ടാകുന്ന എനർജി പോസ് ചെയ്ത് ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് എജക്ട് ചെയ്യുന്ന പ്രോസസ് എന്ന് പറയാം, വർക്ക് ഫംഗ്ഷൻ എന്ന് പറയാം. സോ 50 എന്നാണ് h mu0. സോ ഈ 50ക്ക് പകരം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഈ പറയുന്ന h ശ്രദ്ധിക്ക്. ഒരു മിനിറ്റടാ, ഞാൻ ഒറ്റ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ആടിപ്പോയി. ഒരു മിനിറ്റ്, കറക്റ്റ് പ്രോസസ്സിൽ പോവാം. സോ 50ക്ക് h mu0 ആണ്. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും മക്കളെ? h mu is equal to 50 പ്ലസ് k max അല്ലേ? k max അല്ലെങ്കിൽ ke max അവിടെ ഇരുന്നോട്ടെ. h mu മൈനസ് 50 എന്ന് വരും. വന്നില്ലേ? h mu is equal to 50 പ്ലസ് k max എന്തായി? k max ൽ h mu മൈനസ് 50 എന്ന് വന്നു. 50ക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്, h mu0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. സോ ke max is equal to എന്ത് വരൂടാ? h mu മൈനസ് h mu0 എന്നായില്ലേ? ഇതിൽ ke max is equal to h പുറത്തിട്ട് തന്നിട്ടുണ്ട് mu മൈനസ് എന്താണ്? mu0 എന്നായി. ഓക്കെ, ഇതിൽ സാർ mu മൈനസ് mu0 ആയി. ഇതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കുക? mu എന്താ മക്കളെ? ഫ്രീക്വൻസിയാണ്. mu0 എന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് നോട്ട് പോസിബിൾ എപ്പോൾ? ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, അത് mu എന്ന് പറയുന്ന വാല്യൂ, അതാണ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഈസ് ലെസ് ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്തിനെക്കാട്ടും കുറവായിരിക്കണം? ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പോസിബിൾ അല്ലാന്ന് പ്രൂവ് ചെയ്യണമെന്നല്ലേ പറഞ്ഞ്. mu എന്താവണം? mu0നെക്കാട്ടി ലെസ് ആവണ്ടേ? അതായത് mu0ന്റെ വാല്യൂ 2 എന്ന് വിചാരിക്കും. മ്യൂയുടെ വാല്യൂ എന്താവണം? 1 ആവണം. mu0ന്റെ വാല്യൂ 3 ആണെങ്കിലോ മ്യൂയുടെ വാല്യൂ എന്താവണം? 2 ആവണം. അതിനെക്കാട്ടും തന്നെ കുറവായിരിക്കണം. അങ്ങനെയെങ്കിൽ നോക്ക്, നമുക്ക് എന്ത് കിട്ടി? k max is equal to h into mu minus mu0 കിട്ടിയില്ലേ? മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മ്യൂവിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെറിയ വാല്യൂ അല്ലേ, കാരണം mu ലെസ് ദാൻ mu0 അല്ലേ?
μ0 2ആണെങ്കിൽ മ്യൂ എന്താണോ 1 ആവണം. സോ 1 എന്ത് കൊടുത്തോ മൈനസ് 1 ആണ് മ്യൂ എങ്കിൽ μ0 എത്ര മക്കളെ 2 അല്ലേ. സോ 2 1 മൈനസ് 2 എന്താ മക്കളെ ആൻസർ വരിക -2 അല്ലേ. -2 വന്ന് h കൊണ്ട് എന്താണ് 6.64 സംഭവം ചെയ്താലും എത്ര ആൻസർ വരുള്ളൂ? കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കില്ലേ. കൈനറ്റിക് എനർജി ഒരിക്കലും എന്താവില്ല നെഗറ്റീവ് ആവില്ല. ഓക്കെ, കൈനറ്റിക് എനർജി നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവിടെ ആ പ്രോസസ് ഒന്നുമില്ല, നടക്കില്ല. സോ ഇഫ് മ്യൂ ലെസ് ദാൻ μ0 കൈനറ്റിക് എനർജി എന്താണ്? നെഗറ്റീവാണ്. കൈനറ്റിക് എനർജി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കാര്യമുണ്ടോ? കാരണം കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് എജക്ട് ചെയ്യുള്ളൂ, എജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് എനർജി റിസീവ് ചെയ്യുള്ളൂ, ഇലക്ട്രോൺസ് എന്ത് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുള്ളൂ. കൈനറ്റിക് എനർജി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും ഇലക്ട്രോൺസ് പുറത്തേക്ക് ഇജക്ട് ചെയ്യാൻ എനർജി അതിനുണ്ടാവുമോ? സോ മ്യൂ ലെസ് ദാൻ μ0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? അവിടെ ഇലക്ട്രോൺ എമിഷൻ ഇല്ല, നടക്കില്ല. എന്താവണം? മിനിമം അതിന്റെ അർത്ഥം എന്താണ്? ത്രഷോൾഡ് ഫ്രീക്വൻസി ആണ് μ0. ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവുള്ള ഏത് ലൈറ്റ് വേവ് വന്നാലും അവിടെ എന്ത് പോസിബിൾ അല്ല? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്തല്ല പോസിബിൾ അല്ല. കാര്യം ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് സെൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെല്ലിനാണ് എന്താ പറയുക? ഫോട്ടോ ഇലക്ട്രിക് സെൽ എന്ന് പറയുക. അത് വർക്കിന്റെ ഏത് പ്രിൻസിപ്പിൾ ആയിരിക്കും? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ പ്രിൻസിപ്പിൾ ആയിരിക്കും. ഇതൊക്കെ ജസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എടാ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് വേവ് തിയറി. അതായത് ഡി ബ്രോഗ്ലിയുടെ വേവ് തിയറി ഉപയോഗിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ത് ചെയ്യില്ല, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അതിനുള്ള റീസൺസ് എന്താണ്? ഇത് നോക്കി, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ, കുറച്ച് അത്യാവശ്യം റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. ബൈ ദ വേവ് കോൺസെപ്റ്റ് വേവ് കോൺസെപ്റ്റ് കാണുന്നത് കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ ഷുഡ് ഡിപ്പെൻഡ് ഓൺ ദ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. അതായത് വേവ് കോൺസെപ്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ലൈറ്റിന്റെ കൈനറ്റിക് എനർജി, അതായത് ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം? ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്തിനാ ഡിപ്പെൻഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ പറയുന്ന ഡുവൽ നേച്ചറിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? കൈനറ്റിക് എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്തില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷെ വേവ് നേച്ചറിലാണെങ്കിൽ എന്താണ്? കൈനറ്റിക് എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം? ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യണം. അതൊരിക്കലും എന്തില്ല, നടക്കില്ല. കാരണം ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് കൂടണമെന്നില്ല? കൈനറ്റിക് എനർജി എന്തില്ല, കൂടണമെന്നില്ല. നെക്സ്റ്റ് എന്താ? ഇൻ വേവ് കോൺസെപ്റ്റ് ഈവൻ ലോ ഫ്രീക്വൻസി വേവ് ക്യാൻ പ്രൊഡ്യൂസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, വേവ് കോൺസെപ്റ്റ് ആണ് എത്ര ചെറിയ ഫ്രീക്വൻസിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താ? ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവുള്ള ഫ്രീക്വൻസി വരാതെ, ത്രഷോൾഡ് ഫ്രീക്വൻസിയാൽ കൂടുതലുള്ള ഫ്രീക്വൻസി വരാതെ, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രീക്വൻസി വരാതില്ല, അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒന്നും നടക്കില്ല. സോ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന കോൺസെപ്റ്റ് ആർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല? വേവ് തിയറിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് എന്താ? ഇഫ് ലൈറ്റ് ഈസ് എ വേവ് ഇറ്റ് ടേക്സ് ലോങ് ടൈം ഫോർ എ സിംഗിൾ ഇലക്ട്രോൺ ടു അബ്സോർബ് സഫിഷ്യന്റ് എനർജി ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ്. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വേവ് നേച്ചർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാട് സമയം എടുക്കും. എന്തിന്? ഒരു സിംഗിൾ ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്ത്, അല്ലെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. എന്തിന്? സഫിഷ്യന്റ് എനർജി, സിംഗിൾ ഇലക്ട്രോണിലേക്ക് സഫിഷ്യന്റ് എനർജി കൊടുത്ത് അതിനെന്താണ് മെറ്റൽ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ മണിക്കൂറുകൾ എന്ത് എടുക്കും? നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ് ഒരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ്. വന്നു തട്ടി ഇലക്ട്രോൺ എന്താണ് എനർജി റിസീവ് ചെയ്ത് സാധനം എന്ത് ചെയ്യണം? ഇജക്ട് ചെയ്ത് പുറത്തേക്ക് പൊക്കണം. സോ വേവ് തിയറിക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇലക്ട്രിക് എഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന 3 റീസൺസ് ആണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മൊമെന്റം ഓഫ് എ ഫോട്ടോൺ വിത്ത് വേവ് ലെങ്ത് ലാംഡ. ഓക്കെ, ഇക്വേഷൻ എന്താ? h/λ ആണ്. അതൊരു മോട്ടോണിന്റെ എന്താണ് മൊമെന്റം ഓഫ് എ ഫോട്ടോൺ. മൊമെന്റം എന്താണ് മക്കളെ? മാസിന്റെ വെലോസിറ്റി ആണ്. സോ ഒരു ഫോട്ടോണിന്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ ആണ്. h/λ. h എന്താണ്? ബ്ലാങ്ക് സ്പോട്ട്സ് ആണ്. ലാംഡ ആണ് അതിന്റെ വേവ് ലെങ്ത് ആണ്. ഓക്കെ, സോ ഫോട്ടോൺസ് ആർ ഇലക്ട്രിക് എന്നായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. ഇതൊക്കെ മക്കളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മോഡൽ 2022 മൊമെന്റം ഓഫ് എ ഫോട്ടോൺ വിത്ത് വേവ് ലെങ്ത് ലാംഡ എന്താണ് കൊടുക്കുന്നത്? ലാംഡ h/λ ആണ്. നെക്സ്റ്റ് എന്താ? ഫോട്ടോൺസ് ആർ ഇലക്ട്രിക്കൽ എന്താണ്? ന്യൂട്രൽ ആണ്. ഓക്കെ, കാരണം എക്സ്ട്രാ എനർജി റിസീവ് ചെയ്താൽ എന്താവുള്ളൂ? എക്സൈറ്റഡ് ആവുള്ളൂ. അല്ലാതെ എന്താണ്? ഫോട്ടോൺസ് എന്താണ്? ഇലക്ട്രിക്കൽ എന്താണ്? ന്യൂട്രൽ ആണ്. നെക്സ്റ്റ് നമ്മളെ ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് എ സീഷ്യം മെറ്റൽ ഈസ് 2.14 ഇലക്ട്രോൺ വോൾട്ട് വെൻ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 6 × 10⁻14 ഹെർട്സ്. ഇത് പ്രോബ്ലം ആണ് മക്കളെ, ശ്രദ്ധിക്കുക. ഇസ് ഇൻസിഡന്റ് ഓൺ ദ മെറ്റൽ സർഫസ് ഫോട്ടോ എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഒക്യൂർസ്. അതായത് ഒരു സീഷ്യം മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? 2.14 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നമുക്ക് വന്നിരിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എത്ര മക്കളെ? 6 × 10⁻14 ഹെർട്സ് ആണ്. മെറ്റൽ സർഫസിൽ നിന്ന് ഇൻസിഡന്റ് ചെയ്തു, ഫോട്ടോ എമിഷൻ എന്ത് ചെയ്യും? സംഭവിച്ചു. എന്താണ് വർക്ക് ഫംഗ്ഷൻ? അതിൽ പ്ലാങ്ക് സ്പോട്സിന് വരുന്നത് 6.6 × 10⁻34 ആണ് ജൂൾ സെക്കൻഡ് ആണെന്നുള്ള ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് മക്കളെ. വർക്ക് ഫംഗ്ഷൻ എന്താ നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഇത്രയും നേരം ഒരുപാട് നല്ല 50 പരിപാടി എന്നൊക്കെ പറഞ്ഞതാണ് ചെയ്ത കാര്യമാണ്. എന്താണ് വർക്ക് ഫംഗ്ഷൻ? വർക്ക് ഫംഗ്ഷൻ എന്താ വരിക? മിനിമം എനർജി. ഓക്കെ, വർക്ക് ഫംഗ്ഷൻ എന്താണ്? ഒരു മെറ്റൽ സർഫസിന് ഒരു ഇലക്ട്രോൺസിന് പുറത്തേക്ക് ചെക്ക് ചെയ്യാൻ ആവശ്യമായുള്ള മിനിമം എനർജിക്കാണ് മക്കളെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയാം.
സോ കാൽക്കുലേറ്റ് ദ മാക്സിമം കൈനറ്റിക് എനർജി ആൻഡ് എമിറ്റഡ് ഇലക്ട്രോൺസ്. വന്നിരിക്കുന്ന ലൈറ്റിൻ്റെ ഒക്കെ അല്ലെങ്കിൽ വന്നിരിക്കുന്ന ലൈറ്റ് കാരണം പുറത്തേക്ക് എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജിയും അതുപോലെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ് മക്കൾ എന്ത് ചെയ്യാൻ പറഞ്ഞത്, കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ തന്നിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് എഴുതാം. ഓക്കെ, തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതാം. എന്തൊക്കെയാണ് മക്കളെ? ഫൈ ഈസ് ഈക്വൽ ടു, നമുക്ക് ഫൈ ഈസ് ഈക്വൽ എന്താണ്, 2.14 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലേ. ട്വൈസ് എന്താണ്, 2.14 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഈ സംഭവത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാം. 2.4 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ നമുക്കതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 2.14 ഇൻറ്റു 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാണ്. ഓക്കെ, 2.14 1.6 10⁻⁻19 എന്ത് ചെയ്യുക. നെക്സ്റ്റ് തന്നിരിക്കുന്നതാണ് ഫ്രീക്വൻസി. എത്ര നമുക്ക് തന്നിട്ടുണ്ട്, 6 ഇൻറ്റു 10⁻14 ഹേർട്സ് ആണ് തന്നിട്ടുണ്ട് ഇല്ലേ. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. സോ ഗിവൺ ഡാറ്റയിൽ ഫൈയും തന്നിട്ടുണ്ട്. അതുപോലെ എന്താണ് ഫ്രീക്വൻസി 5 അല്ലെങ്കിൽ 50 വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 2.14ഉം ഫ്രീക്വൻസി എത്രയാണ്, 6 ഇൻറ്റു 10⁻4 ഹേർട്സ് ആണ്. പിന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എച്ച് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കണം എന്താ, കൈനറ്റിക് എനർജി മാക്സിമം കണ്ടുപിടിക്കണം. അതേപോലെ V0 എന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഇക്വേഷനാണ്. ശ്രദ്ധിക്കുക, ഇക്വേഷൻ ഞാൻ എഴുതാം, ബാക്കി നിങ്ങൾ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ എന്താണ് എച്ച് മ്യൂ, അറിയുന്ന ഇക്വേഷൻ എച്ച് മ്യൂ ഇസ് ഈക്വൽ ടു 50 പ്ലസ് KE മാക്സ് ആണ് നമുക്ക് അറിയുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട് കൈനറ്റിക് എനർജി മാക്സിമം കണ്ടുപിടിച്ചോടെ. എങ്ങനെ മക്കൾ, KE മാക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, എച്ച് മ്യൂ മൈനസ് 50 അല്ലേ. കൈനറ്റിക് എനർജി എച്ച് മ്യൂ മൈനസ് 50. മ്യൂയുടെ വാല്യൂ എത്രയാണ്, 6 ഇൻറ്റു 10⁻14 ഹെർട്സ് ആണ്. എച്ചിൻ്റെ വാല്യൂ എത്രയാണ്, 6.6 ഇൻറ്റു 10⁻34 തന്നിട്ടുണ്ട്. മൈനസ് 50ൻ്റെ വാല്യൂ എത്രയാണ്, 2.14 ആണ്. അതിൻ്റെ കൂടെ 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി മാക്സിമം കിട്ടില്ലേ. നോക്കി നോക്ക്, എച്ചിൻ്റെ വാല്യൂ എന്താ മക്കളെ പറഞ്ഞത്, 6.6 ഇൻറ്റു 10⁻⁻34ഉം 6.6 ആണ് കേട്ടോ മക്കളെ. എടാ ഞാൻ ഈ സാധനം ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ 6.6 ഇൻറ്റു 10⁻⁻34ഉം ഇൻറ്റു എത്രയാണ് ഫ്രീക്വൻസി, 6 ഇൻറ്റു 10⁻14 മൈനസ് എന്ത് വരും മക്കളെ, അതിൻ്റെ കൂടെ എന്ത് വരും, 50 അല്ലേ. എന്താണ് 2.14 ഇൻറ്റു 1 ഇലക്ട്രോൺ വോൾട്ട് എത്രയാണ്, 1.6 ഇൻറ്റു 10⁻⁻ എന്ത് വരും, -19 വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ ആൻസർ കിട്ടിക്കോടെ, കൈനറ്റിക് എനർജി മാക്സിമം കിട്ടിക്കോടെ. ഓക്കെ, അതേപോലെ കൈനറ്റിക് എനർജി മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ കണ്ടുപിടിക്കുന്നത്, കാൽക്കുലേറ്റ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കുക, ശ്രദ്ധിക്ക്. സി സ്റ്റോപ്പിംഗ്, അതാണ് ബി നമ്മൾ കണ്ടുപിടിച്ചു. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ, എന്ത് പഠിച്ചിട്ടുണ്ട്, ഈ V0 ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജിയാണ്. ഓൾറെഡി ഇക്വേഷൻ പഠിച്ചു. കൈനറ്റിക് എനർജി മാക്സിമം എന്ന ഒരു ഇക്വേഷൻ എന്താണോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ V0 ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി മാക്സിമം ആണ്. V0 എന്താ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. ഇ എന്താണ്, ശ്രദ്ധിക്ക്, ഇ എന്താണ്, ഇലക്ട്രോൺ വോൾട്ടിന്റെ വാല്യൂ ആണ്. ഓൾറെഡി 1.6 ഇൻറ്റു 10⁻⁻9 തന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ എങ്ങനെ എഴുതും, V0 ഈസ് ഈക്വൽ ടു KE ഡിവൈഡ് ബൈ ഇ അല്ലേ. കൈനറ്റിക് എനർജി മാക്സിമം ഓൾറെഡി എന്തു ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ. ഫൈനൽ ആൻസർ എന്ത് കിട്ടും, നമുക്ക് കൈനറ്റിക് എനർജി എന്താണ് മാക്സിമം കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ അതിന് ഡിവൈഡ് ബൈ എന്താണ്, ഇലക്ട്രോണിന്റെ വാല്യൂ വെച്ച് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്ത് വരും, 1.6 ഇൻറ്റു 10⁻⁻19 എന്താണ് ജൂൾ എന്ന് വരും. പരിപാടി കഴിഞ്ഞില്ലേ. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ക്വസ്റ്റ്യൻ കണ്ടെന്ന് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കാൻ ആവശ്യമില്ല. സോ നിങ്ങൾ ചെയ്ത് നോക്കുക, ഞാൻ ആൻസർ എന്ന കാര്യം ചെയ്യുക, കൺഫേം ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്, ഇലക്ട്രിക് എന്താണ്, ശ്രദ്ധിക്ക്, ഫോട്ടോ ഇലക്ട്രിക് കറന്റും അതുപോലെ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലും ഏതിൻ്റെ, ഇൻസിഡന്റ് ലൈറ്റിന്റെ, ഫ്രീക്വൻസിയുടെ അല്ല, ഇൻസിഡന്റ് ലൈറ്റിന്റെ, ലൈറ്റ് സോഴ്സിന്റെ. സോ വേരിയേഷൻ ഓഫ് ഫോട്ടോ കറന്റ് വിത്ത് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഫോർ ഡിഫറെന്റ് ഇന്റൻസിറ്റീസ്. ശ്രദ്ധിക്ക്, 11, 12, 13 ഇൻസിഡന്റ് റേഡിയേഷൻ ആർ ഷോൺ ബിലോ. Arrange these intensities in ascending order. ഓക്കെ, അസെൻഡിങ് ഓർഡർ, ചെറുത് തൊട്ട് വലുത് വരെ എന്താണ് അസെൻഡിങ് ഓർഡറിൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ അസെൻഡിങ് ഓർഡർ, അതായത് സ്മോൾ ഫസ്റ്റ് വരണം, ഹയസ്റ്റിലേക്ക് നീളം പോകണം. ഇതിൽ വന്നിരിക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ ഏറ്റവും കുറവായിരിക്കും മക്കളെ, 11, 12 ഇൻറ്റൻസിറ്റി, ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസ് അല്ലേ. ഏറ്റവും കുറവേതാണ് 11 ആണ്. സോ അതായിരിക്കും ഏതിൻ്റെ വരിക, I1ൻ്റെ വരിക. നെക്സ്റ്റ് 12 ഏതാണ്, I2 ആണ്. 13 എന്താണ്, ഏറ്റവും ഹയസ്റ്റ് ആണ്. കാരണം എന്താ, ലൈറ്റ് ഇന്റൻസിറ്റി കൂടുന്തോറും എന്ത് കൂടിക്കൊണ്ടിരിക്കും, ഫോട്ടോ ഇലക്ട്രിക് കറന്റ് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. ഇന്റൻസിറ്റി ഏതിനാണോ കുറവ്, ഏതിനാണോ 11 ആണ് ഏറ്റവും കുറഞ്ഞ ഇന്റൻസിറ്റി എങ്കിൽ അതിനായിരിക്കും ഉണ്ടാവുക ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കുറവുണ്ടാവുക. അത് കഴിഞ്ഞതാണ് 12, ദെൻ 13. സോ നമുക്ക് അങ്ങനെ എഴുതാം, 11 എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിന്
ലെസ് ദാൻ 12 വിച്ച് ലെസ് ദാൻ എന്താണ് 13. കാരണം 11 ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും. അതിലും കൂടുതലായിരിക്കും അവിടെ ഉണ്ടാവുക 12 ഉണ്ടാവുക, അതിലും കൂടുതലാണ് അവിടെ ഉണ്ടാവുക 13 ഉണ്ടാവുക. കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മക്കളെ എത്ര പ്രോബ്ലം നമുക്ക് പരിപാടി ലാസ്റ്റ് പ്രോബ്ലം കേട്ടോ. ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ ഈസ് 6 ഇലക്ട്രോൺ വോൾട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 2 ഫോട്ടോൺ ഈച്ച് ഹാവിംഗ് എനർജി 4 ഇലക്ട്രോൺ വോൾട്ട് സ്ട്രൈക്ക് വിത്ത് മെറ്റൽ സർഫസ്. നേരത്തെ നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞ കേസ് എന്താണ്? വർക്ക് ഫംഗ്ഷൻ എന്താണ്? 4 ഇലക്ട്രോൺ വോൾട്ടുള്ള 2 ഫോട്ടോൺസ് വന്നു, 6 ഇലക്ട്രോൺ വോൾട്ട് ആണ് മെറ്റൽ സർഫസിന്റെ വർക്ക് ഫംഗ്ഷൻ എങ്കിൽ എന്താ സംഭവിക്കുക? എമിഷൻ പോസിബിൾ ആണോ? പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ്? ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും വന്ന ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ 4 ഇലക്ട്രോൺ വോൾട്ട് 2 എണ്ണം വന്നാലും ഓരോ ഇലക്ട്രോൺ വോൾട്ട് എന്ത് ചെയ്യണം? മിനിമം ആയിട്ടുള്ള ഓരോ ഫോട്ടോൺ എന്ത് ചെയ്യണം? മിനിമം 6 വർക്ക് ഫംഗ്ഷൻ 6 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ വരുന്ന ഓരോ ഫോട്ടോൺസിന് എന്ത് വേണം മക്കളെ? മിനിമം 6 ഇലക്ട്രോൺ വോൾട്ട് എന്ത് വേണം? വാല്യൂ, വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുള്ളൂ? പുറത്തേക്ക് എന്ത് ചെയ്യുള്ളൂ? ഇജക്റ്റ് എന്ത് ചെയ്യുള്ളൂ? ചെയ്യുള്ളൂ. സോ കാരണം വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എമിഷൻ പോസിബിൾ അല്ല, നോ ആണ്. എന്തുകൊണ്ടാണ്? വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ മിനിമം എനർജി റിക്വയർഡ് ഫോർ എൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഓർ ഇജക്ട് ഫ്രം ദ മെറ്റൽ സർഫസ് ആണ്. സോ അവിടെ മിനിമം എനർജി 6 ഇലക്ട്രോൺ വോൾട്ട് ആണ് പറഞ്ഞത്. 2 എണ്ണം വന്ന് കൂടിയതുകൊണ്ട് എന്താവില്ല? 8 ഇലക്ട്രോൺ വോൾട്ട് 6 ഇലക്ട്രോൺ വോൾട്ടിനും കൂടാവില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് വേണം? മിനിമം 6 ഇലക്ട്രോൺ വോൾട്ടോ അതിൽ കൂടുതലുണ്ടെങ്കിൽ ഉള്ളൂ ഇലക്ട്രോൺസ് എന്താവുള്ളൂ? ഇജക്റ്റ് ആവുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിൽ ശ്രദ്ധിക്കുക. ഒന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്ത് തരാം. മെയിൻ ആയിട്ട് എന്താണ് വർക്ക് ഫംഗ്ഷൻ, എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി? ഓക്കെ, വർക്ക് ഫംഗ്ഷൻ എന്താണ്, അതുപോലെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണ്? മക്കളെ മെയിൻ കേസ് എന്താണ്? ഒന്ന് ലൈറ്റ് സോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, ദെൻ ഫോട്ടോ ഇലക്ട്രോൺ, നെക്സ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ്, ദെൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ആക്ച്വലി ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കേസ്. ലൈറ്റ് സോഴ്സ് എന്താ? ഏത് സോഴ്സാണ് എന്ത് ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ്, അതിനെന്ത് ലൈറ്റ് സോഴ്സ് എന്ന് പറയാം. ആ എനർജി റിസീവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ഇവിടെ ലൈറ്റ് സോഴ്സ് ആണ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ. സോ ലൈറ്റ് സോഴ്സ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താ? വരുന്ന ലൈറ്റിന് എന്ത് ചെയ്യണം? ഒരു മിനിമം ഫ്രീക്വൻസി റേഞ്ച് വേണം. എന്തിന്? ഇലക്ട്രോൺസിനെ പുറത്തേക്ക് എന്താണ് ഇജക്ട് ചെയ്യാൻ. എന്ത് പറയും? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രോൺ എന്താ? അങ്ങനെ വന്ന് പതിക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് പുറത്തേക്ക് എന്ത് ചെയ്യും? ഇജക്ട് ചെയ്യും. അതിനെന്ത് പറഞ്ഞു? ഫോട്ടോ ഇലക്ട്രോൺസ് പറഞ്ഞു. ആ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണം എന്ത് ചെയ്യും? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കും. അതിനാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആനോഡിലേക്ക് അല്ലെങ്കിൽ ഏതാണോ അതിന് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്ത് പോസിറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്ത് അതിലേക്ക് എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് കൊടുത്തിട്ട് ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഒരു 0 വാല്യൂയിലേക്ക് എത്തിക്കും. അതിനാണ് എന്താ പറയുക? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാം അല്ലേ? ഇത് നെക്സ്റ്റ് എന്താ? വർക്ക് ഫംഗ്ഷൻ. മിനിമം എനർജി. മറ്റേത് ഫ്രീക്വൻസി എന്താണ്? വർക്ക് ഫംഗ്ഷൻ എന്താ? മിനിമം എനർജി റിക്വയർഡ് ഫോർ എൻ ഇലക്ട്രോൺ ടു ഇജക്ട് ഫ്രം എ മെറ്റൽ സർഫസ് ആണ്. ഇതെന്താണ്? ഇത് ശ്രദ്ധിക്കേണ്ട കേസ് വന്നിട്ട് എന്താ? ഇന്റൻസിറ്റി കൂടുമ്പോൾ എന്ത് കൂടിക്കൊണ്ടിരിക്കും? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ അതിനുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം പോയിന്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ടാണ്. ഫ്രീക്വൻസി ഡിഫറൻ്റ് ആയി എന്ത് മാറും മക്കളെ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താവും? ഡിഫറൻ്റ് ആവും. അതുപോലെ തന്നെ ഇന്റൻസിറ്റി സെയിം ആണെങ്കിൽ എല്ലാ ഇന്റൻസിറ്റികളിലേക്കും മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനാണെന്ന് പറയുക സാച്ചുറേഷൻ കറണ്ട് എന്ന് എന്ത് ചെയ്യുക? പറയുക. ഇതിലുള്ളത് പിന്നെ എന്താണ്? ബാലൻസ് ഉള്ള കാര്യങ്ങൾ. ഓക്കെ, ഗ്രാഫുകൾ കൃത്യമായിട്ട് പഠിക്കുക, പ്രോബ്ലംസ് നന്നായിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക, എല്ലാ ഡെഫിനിഷൻസും കൃത്യമായി പഠിക്കുക. ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെന്റ്, ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ എക്സ്പെരിമെന്റ് സെറ്റപ്പ്, കാഥോഡും ആനോഡും. കാഥോഡ് നെഗറ്റീവ് ആണ്, ആനോഡ് പോസിറ്റീവ് ആണ്. ലൈറ്റ് വന്ന് പതിച്ചാൽ കാഥോഡ് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് ചെക്ക് ചെയ്യുക. അത് ആര് അബ്സോർബ് ചെയ്യും? ആനോഡ് അബ്സോർബ് ചെയ്യും. അതിന്റെ അബ്സോർപ്ഷൻ ലെവലിന്റെ അനുസരിച്ച് എന്ത് ചെയ്യും? ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പറയുന്ന ആനോഡിലേക്ക് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ച് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോഴാണ് ചെയ്യുന്നത്? അത് റിപ്പൽ ചെയ്യുന്നത്. റിപ്പൽ ചെയ്യുന്നതുകൊണ്ടാണ് അതിൽ ഇലക്ട്രിക് കറണ്ട് എന്താണ്? 0 വാല്യൂയിലേക്ക് വരുന്നത്. ആ പോയിന്റ് ആണ് പറയുക സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഇത്രയും കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചോളണം. അതേപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് വേവ് തിയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. അതിനുള്ള പോയിന്റ്സ് എന്ത് ചെയ്തോളണം? പഠിച്ചോളണം. സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. നമ്മൾ ത്രൂ ആയിട്ടൊന്ന് പോയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് എല്ലാ പോയിന്റ്സും ഞാൻ കവർ ചെയ്തെന്ന് പറഞ്ഞില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ഉള്ള എല്ലാ പാർട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. നന്നായി പഠിക്കുക. ബാക്കി എന്താണ്? നമ്മുടെ ഫർദർ ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്താൽ മതി. നമുക്ക് ഫുള്ളായിട്ട് A to Z നമുക്ക് ക്ലീൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക? എക്സാം എഴുതാം. താങ്ക് യു.